الله وبركاته. الحمد لله رب العالمين وصلى الله وسلم وبارك على نبينا محمد وعلى آله وأصحابه أجمعين. അല്ലാമ അബ്ദുൽ നാസിർ സഅദി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ബഹജത്തു ഖുലൂബിൽ അബ്റാർ എന്ന് പറയുന്ന ഹദീസിൻ്റെ പുസ്തകത്തിലാണ് നമ്മൾ ഇന്ന് വായിക്കുന്നത്. അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ ദഅ ഇലാ ഹുദൻ കാന ലഹു മിനൽ അജ്രി മിത്ലു ഉജൂരി മൻ ഇത്തബഅഹു മിൻ ഗൈരി അൻ യൻഖുസ മിൻ ഉജൂരിഹിം ഷൈആ ومن دعا إلى ضلالة كان عليه من الإثم مثل آثام من تبعه لا ينقص ذلك من آثامهم شيئا. رواه مسلم. ഇമാം മുസ്ലിം റഹ്മഹുല്ലാഹ് റിപ്പോർട്ട് ചെയ്ത സ്വഹീഹായ ഹദീസാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വഅലാ ആലിഹി വസല്ലം മൻ ദഅ ഇലാ ഹുദൻ, ഒരു നല്ല കാര്യത്തിലേക്ക്, ഹിദായത്തിലേക്ക് മറ്റുള്ള ആളുകളെ ഒരാൾ വിളിച്ചാൽ, ക്ഷണിച്ചാൽ, ദഅവത്ത് നടത്തിയാൽ. ഹുദ എന്ന് പറഞ്ഞാൽ അൽ ഇൽമുൻ നാഫിഉ വൽ അമലു സ്വാലിഹു എന്ന ഉപകാരപ്രദമായ ഇൽമ്, അറിവ് എന്ന് പറയുന്നത് ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ അതിൽ നിന്ന് ഒരു മനുഷ്യന് ദീനിലും ദുനിയാവിലും ഉപകാരമുള്ള ഇൽമ്, യഥാർത്ഥ ഇൽമ് എന്ന് പറയുന്നത് അൽ ഇൽമു ഖാല അല്ലാഹു ഖാല റസൂലുഹു ഖാല സഹാബ, ആ പറയുന്നതാണ് യഥാർത്ഥ ഇൽമ്, അറിവ് എന്നതുകൊണ്ട് ഖുർആനിൽ കൂടെ സുന്നത്തിൽ കൂടെ മുൻഗാമികളായ സലഫുകളുടെ വാക്കുകളിൽ കൂടെ വന്ന ഇൽമ് അതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, പ്രവാചകന്റെ അനുചരന്മാർ സഹാബത്ത് പറഞ്ഞ് മനസ്സിലാക്കിയത്, അതാണ് യഥാർത്ഥ ഇൽമ്. ദീനിലും ദുന്യാവിലും ഒരു മനുഷ്യന് ഉപകാരപ്രദമായ കാര്യങ്ങൾ അതിലും മൂന്നിലും ഉണ്ട് താനും. അതിൽ പറയുന്ന ഈ ഖുർആനിലാണെങ്കിലും ഹദീസിലാണെങ്കിലും മുൻഗാമികളായ സഹാബത്തിൻ്റെ മൻഹജ്, അവർ മനസ്സിലാക്കിയ രീതികൾ, കാര്യങ്ങൾ അതിലുണ്ട്. ഒരു മനുഷ്യന് ഉപകാരപ്രദമായ ഇൽമുണ്ട്. അതല്ലാതെ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് ഒരാൾ നേരം പുലർന്ന് വൈകുന്നേരമാകുന്നതിൻ്റെ ഇടയ്ക്ക് പഠനം നടത്തുന്നു, അറിയുന്നു, വായിക്കുന്നു, കേൾക്കുന്നു. പക്ഷേ അതിൽ ബഹുഭൂരിഭാഗം പരിശോധിച്ച് നോക്കിയാൽ ആ മനുഷ്യന് ഉപദ്രവമുള്ളതുണ്ടാവും, ഉപകാരമൊന്നുമില്ലാത്തതും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം ദിവസം രാവിലെ ഫജ്ർ നിസ്കാരത്തിൻ്റെ ശേഷം അള്ളാഹുവിനോട് ദുആ ചെയ്യുമായിരുന്നു. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅൻ, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅൻ. ഓരോ ദിവസവും നേരം പുലർന്ന് ഫജ്ർ നിസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷം അള്ളാഹുവിനോട് നമ്മൾ ചോദിക്കുക, നാഫി ആയ ഇൽമ് അല്ലാഹുവേ, ഒരുപാട് അറിവ് കൊണ്ടാ എന്നല്ല, ഇൽമിൻ്റെ മഹാഭണ്ഡാരമായി ജീവിക്കുക, ഒരുപാട് ഒരുപാട് അറിവ്, ഒരുപാട് പാണ്ഡിത്യം, ഇങ്ങനെ പല ആളുകളും പലരെക്കുറിച്ചും പറയുന്നത് കേൾക്കും. പക്ഷെ ആ മനുഷ്യന് തൻ്റെ റബ്ബിനെ കുറിച്ച് ഒരു ചുക്കും ഇതുവരെ അറിഞ്ഞിട്ടുണ്ടാകൂല. അവന് പരലോകത്തിനെക്കുറിച്ച് യാതൊരു ബോധവും ഉണ്ടാകൂല. അവൻ്റെ മരണത്തിൻ്റെ ശേഷം അവന് രക്ഷപ്പെടാനുള്ള ഒരു വഴിയും അവന് ഒരു പിടിയും ഉണ്ടായിട്ടുണ്ടാവില്ല, ഒരു സദസ്സൊന്നും കേട്ടിട്ടുണ്ടാവില്ല. മറ്റുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടാകും. എന്താണതുകൊണ്ട് കാര്യം? ആ മനുഷ്യന് എന്താണ് അതുകൊണ്ട് നേട്ടം? അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആ ദുആ നാം അത് പഠിക്കുകയും അത് ദിനം പ്രതി അത് നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുകയും, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅൻ, ഉപകാരപ്രദമായ ഇൽമ് അല്ലാഹുവേ ഞാൻ എന്നോട് ചോദിക്കുന്നു. ഇൽമു നാഫി ആയിരിക്കണം. അതേപോലെ തന്നെ വൽ അമലു സ്വാലിഹ്, അതും ഹിദായത്ത്. ഹുദ എന്ന് പറഞ്ഞതിൽ ഇത് രണ്ട് കാര്യങ്ങൾ, ശരിയായ നാഫി ആയ ഇൽമ്, ഖുർആൻ സുന്നത്തിൻ്റെ തെളിവിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഇൽമും, അതേപോലെ തന്നെ ആ ഇൽമിനനുസരിച്ചുള്ള അമലും. സ്വാലിഹായ അമൽ, ഒരാളത് ആവല് നിഷ്കളങ്കതയോടുകൂടെ, ഇഖ്ലാസോടുകൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനോട് യോജിച്ച നിലക്ക് ഒരാൾ ചെയ്യുമ്പോൾ അവൻ്റെ അമല് സ്വാലിഹാകുള്ളൂ. ചില കാര്യങ്ങൾ ആളുകൾ ചെയ്യുന്ന സമയത്ത് മനുഷ്യർ പറയും, എന്തിനാണ് അദ്ദേഹത്തിനെ വിമർശിക്കുന്നത്, എന്തിനാണ് നിങ്ങൾ അവരെ ആക്ഷേപിക്കുന്നത്? അയാൾ വളരെ നിഷ്കളങ്ക മനസ്സിൻ്റെ ഉടമയായി ചെയ്യാണ് ആയിരിക്കാം. അയാൾ ആ കാര്യം ചെയ്യുന്നതിൽ ഇഖ്ലാസോടുകൂടെ ചെയ്യുന്നതായിരിക്കാം. പക്ഷെ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സുന്നത്തുണ്ടാകൂല, സുന്നത്തിനോട് യോജിച്ചിട്ടുണ്ടാകൂല. അദ്ദേഹത്തിൻ്റെ ലക്ഷ്യങ്ങളും താല്പര്യങ്ങളും ഇച്ഛകളും ദേഹ ഇച്ഛകളും തോന്നിയതിനനുസരിച്ച് ചെയ്യുന്നതായിരിക്കും. അതിൽ ഇത്തിബാ ഉണ്ടാകൂല. ചില കാര്യങ്ങൾ ആളുകൾ പ്രവാചകൻ പഠിപ്പിച്ച സുന്നത്തിനോട് യോജിച്ച നിലക്ക് സഫവല്ല വന്നിട്ട് നിസ്കാരത്തിൽ പങ്കെടുക്കുന്നതായിരിക്കും. അത് സുന്നത്തിനോട് യോജിച്ച പ്രത്യക്ഷത്തിൽ. പക്ഷേ ആ മനുഷ്യൻ അതിൽ നിഷ്കളങ്കത, ഇഖ്ലാസ് ഉണ്ടാകൂല. ഒരേ സ്ഥലത്ത് നിന്ന് ഒരേ സമയത്ത് ഒരുപോലെ രണ്ടാൾ ഇബാദത്ത് നിർവഹിക്കും. ഒരാൾ ആ ഇബാദത്ത് കാരണം ഉന്നതമായ പദവികൾ കരസ്ഥമാക്കി,
അള്ളാഹുവിൻ്റെ പ്രശംസ പിടിച്ചു പറ്റിയ ആളായിരിക്കും. ഒരാൾ അതേ സ്പോട്ടിൽ അതേ പണികൾ ചെയ്ത മനുഷ്യൻ അവൻ്റെ മറ്റുള്ളവരെ കാണിക്കാനും കേൾക്കാനും മറ്റുള്ളവരുടെ അടുത്ത് ആദരവ് നേടി അവൻ്റെ ചിന്താഗതി ദുഷിച്ചത് കാരണം അള്ളാഹു അസ്ഫല സാഫിലീൻ, ഏറ്റവും നീചമായ പദവിയിലേക്ക് അവൻ താന്നു പോകും. അള്ളാഹുവിൻ്റെ ശാപവും വെറുപ്പും കരസ്ഥമാക്കും. വളരെ ഗൗരവമാണ് ഈ കാര്യങ്ങൾ, നമ്മൾ അറിഞ്ഞിരിക്കണം, അത് മനസ്സിലാക്കണം. അപ്പോൾ ഏതാണെങ്കിലും ഒരാൾ ഹുദയിലേക്ക്, ശരിയായ ഇൽമിലേക്ക്, സാലിഹായ നല്ല അമലുകളിലേക്ക് മറ്റൊരാളെ പ്രേരിപ്പിച്ചുകൊണ്ട് ഒരാൾ ദഅവത്ത് നടത്തുകയാണ്. ദഅവത്ത് എന്ന് പറയുന്നത്, പ്രബോധകന്മാർ എന്ന് പറയുന്നത്, പ്രബോധനം എന്ന് പറയുന്നത് മഹത്തായ അമലാണ്. പക്ഷേ അതിന് ആ മനുഷ്യൻ്റെ ചെയ്യുന്ന കാര്യങ്ങൾ എങ്ങോട്ട് ക്ഷണിക്കുന്നു, എന്താണ് ഇവൻ്റെ ലക്ഷ്യം, ഇവൻ ആളുകളെ പ്രേരിപ്പിക്കുന്ന നല്ലതിലേക്കാണോ ചീത്ത കാര്യങ്ങളിലേക്കാണോ, വളരെ ഗൗരവത്തോടു കൂടെ നമ്മൾ പരിശോധിക്കണം. ഇന്ന് ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ചില ആളുകൾ അഭിമാനത്തോടു കൂടെ പറയും ലക്ഷക്കണക്കിന് ഫോളോവേഴ്സ് ഉണ്ട്, അല്ലേ? ഫോളോവേഴ്സ് ഉണ്ട് എന്ന് പറയും. ലക്ഷക്കണക്കിന് ആളുകൾ ട്വിറ്ററിലാണെങ്കിൽ, എക്സിലാണെങ്കിൽ, വാട്സപ്പിലാണെങ്കിൽ, ഫേസ്ബുക്കിലാണെങ്കിൽ അയാളെ ഫോളോ ചെയ്യുന്ന ലക്ഷക്കണക്കിന് ആളുകളുണ്ട്. ചില രാഷ്ട്രീയ നേതാക്കന്മാരോ അതല്ലെങ്കിൽ ഏതെങ്കിലും സംഗീതം ആയിട്ട് വടക്ക് റാപ്പർമാരോ വേറുള്ള പേരിലുള്ള ചില ആളുകളൊക്കെ ഫോളോവേഴ്സ് ധാരാളമുണ്ട്. എവിടേക്കാണ് ഒരു ജനങ്ങൾ ക്ഷണിക്കുന്നത്? ഒരു ഹിദായത്തിലേക്കാ, അവർ നന്മയിലേക്കാ, അവർ തൗഹീദിലേക്കാ? ദുനിയാവിൽ ഈ ആളുകളുണ്ട് എന്ന് പറഞ്ഞിട്ട് ഈ ഹദീസ് വളരെ ഗൗരവത്തിൽ, മൻ ദഅ ഇലാ ഹുദൻ കാന ലഹു മിനൽ അജ്രി മിസ്ലു ഉജൂരി മൻ തബിഅ. അവൻ പറയുന്ന, അവൻ ക്ഷണിക്കുന്ന ആ കാര്യത്തിൽ അവനെ പിന്തുടരുന്ന ആരൊക്കെയുണ്ടോ അവർക്കുള്ള പ്രതിഫലം പോലത്തെ ഒരു പ്രതിഫലം അവന് ലഭിച്ചുകൊണ്ടേയിരിക്കും. ഹിദായത്തിലേക്ക് ക്ഷണിക്കുകയാണെങ്കിൽ കണ്ടോ, ഇൽമുൻ നാഫിയും അമലു സാലിഹിലേക്കും ക്ഷണിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ശരിക്ക് തൗഹീദ് പഠിച്ച് സുന്നത്ത് പഠിച്ച് അത് അമലാക്കി മറ്റുള്ള ആളുകൾക്കത് നല്ല നിലക്കത് പറഞ്ഞു കൊടുക്കുക, ആളുകൾ അതിലേക്ക് ക്ഷണിക്കുക. കുട്ടികൾ, കൗമാരക്കാർ, യുവാക്കൾ, മുതിർന്നവർ, ഈ മഹത്തായ കാര്യം ശരിയായ നിലക്ക് അത് ചെയ്താൽ അധ്വാനം കുറഞ്ഞതാണ്. ഒരുപാട് പ്രതിഫലങ്ങൾ നമുക്ക് നാം ജീവിച്ചിരിക്കുന്ന സമയത്ത് മാത്രമല്ല, നമ്മുടെ മരണത്തിൻ്റെ ശേഷം ഒരാളത് പഠിച്ചു, അവൻ്റെ മക്കളത് പഠിച്ചു, അവൻ്റെ ശിഷ്യന്മാരത് പഠിച്ചു, അതിൽ നിന്നൊക്കെ ഒരു പ്രതിഫലം ഈ മനുഷ്യനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുകയാണ്. ഫളലുല്ലാഹി വാസിഅ, സുബ്ഹാനല്ലാഹ്, ഫളലുല്ലാഹി വാസിഅ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അൻ അബീ ഹുറൈറത റളിയല്ലാഹു അൻഹു. നമ്മൾ ഇന്ന് ഹദീസ് വായിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പട്ടിണി കടന്നുകൊണ്ട് അദ്ദേഹം ഹദീസ് കേട്ടു. അദ്ദേഹം അത് നമുക്കൊന്ന് പറഞ്ഞെത്തിച്ചു തന്നു. ഇന്ന് നമ്മൾ അൻ അബീ ഹുറൈറത റളിയല്ലാഹു അൻഹു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഇൽമു പഠിക്കുന്ന ആ അനുഭവം അദ്ദേഹം പറഞ്ഞു. പ്രവാചകന്റെ ആളുകൾ പറയും അബൂ ഹുറൈറ ധാരാളം റിപ്പോർട്ട് ചെയ്തു. ഇന്ന് പല ആളുകളും പരാതി പറയലുണ്ട്. എൻ്റെ അനുഭവം, പ്രവാചകന്റെ കൂടെ ഏകദേശം അവസാന കാലത്ത് ഇസ്ലാമിലേക്ക് വന്ന ആളാണ്, ഒരുപാട് ആദ്യകാലം വന്നതല്ല. പക്ഷേ അതോടുകൂടെ അദ്ദേഹം പറയുന്നത് പ്രവാചകന്റെ സഹാബിമാർ വന്നിരിക്കൽ മുഹാജിറുകൾ മറ്റൊന്ന് അൻസാരികളായിരുന്നു. മുഹാജിറുകൾ കച്ചവടം, ബിസിനസ്സും തൊഴിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവർക്ക്. അൻസാരികൾ അവർക്ക് കൃഷിയും കാര്യങ്ങളും ഉണ്ടായി, ഈത്തപ്പനത്തോട്ടങ്ങളിലും മറ്റും. ഞാനിതൊന്നുമില്ലാത്ത ആളായി, വിവാഹം കഴിച്ചില്ല. പ്രവാചകൻ വഫാത്താകുന്നത് വരെ വിവാഹം കഴിച്ചില്ല. അങ്ങനെ ഇൽമു തേടാൻ വേണ്ടി രാപ്പകലില്ലാതെ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കൂടെ കൂടി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. അങ്ങനെ അദ്ദേഹം പറയുകയാണ്, ചില ദിവസം സഹിക്കാൻ കഴിയാത്ത വിശപ്പ് കാരണം വഴിയിൽ വീണ് കിടക്കലുണ്ടായിരുന്നു. ആളുകൾ പോകുമ്പോൾ അപരിചിതരായ ആളുകൾ കാലുകൊണ്ട് തട്ടി നോക്കും, ഭ്രാന്തനാണ് എന്ന് വിചാരിച്ചിട്ട്, അറിയാത്ത ആളുകൾ. വമാ ബി ജുനൂനുൻ വമാ ബി ഇല്ലൽ ജൂ, എനിക്കൊരു ഭ്രാന്തുമില്ല, പക്ഷെ വിശപ്പ് സഹിക്കാൻ കഴിയാതെ, നീച്ച് നടക്കാൻ കഴിയാതെ തളർന്നുകൊണ്ട് വഴിവക്കിൽ വീണ് കടന്നതായിരുന്നു. അങ്ങനെ ഇൽമു നേടി അദ്ദേഹം. അതിൻ്റെ ശേഷം അദ്ദേഹം ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത് പ്രവാചകനിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഹദീസ് റിപ്പോർട്ട് ചെയ്തത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പുരുഷന്മാരുടെ കൂട്ടത്തിൽ. സുബ്ഹാനല്ലാഹ്, അൻ അബീ ഹുറൈറ റളിയല്ലാഹു. എത്ര ഹദീസുകളാണ്, എത്ര സദസ്സുകളിലാണ്, എത്ര ആളുകളാണ് കേൾക്കുന്നത്. അതേപോലെ അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ഹദീസ് സഹീഹുൽ ബുഖാരി എഴുതി രേഖപ്പെടുത്തി വെച്ചു പോയി. സഹീഹുൽ ബുഖാരി, ഇമാം ബുഖാരി സഹീഹുൽ ബുഖാരി എഴുതിയ അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ അദ്ദേഹം പറയുന്നു. അതിൽപ്പെട്ട ഓരോ ഹദീസുകളും എഴുതി രേഖപ്പെടുത്തുന്നതിൻ്റെ മുമ്പ് 2 റക്അത്ത് നിസ്കരിച്ച് അങ്ങ് ശുദ്ധി വരുത്തി 2 റക്അത്ത് ഇസ്തിഖാറത്ത് നിസ്കരിച്ചിട്ടാണ് ഞാൻ ഹദീസ് സഹീഹുൽ ബുഖാരിയിൽ എഴുതി വെച്ചിട്ടുള്ളത്. അതിൻ്റെ സനദും അതിൻ്റെ പരമ്പരയും അതിൽ പറഞ്ഞ കണ്ടൻസുകളും മത്തനുകളും ഒക്കെ അത് സഹീഹാണ്, സ്വീകാര്യയോഗ്യമാണ്, ശരിയാണ് എന്ന് ഉറപ്പുള്ളതിനോട് കൂടെ സൂക്ഷ്മത കാരണം ഞാൻ ഈ ഹദീസ് എൻ്റെ ഈ ഗ്രന്ഥത്തിൽ എഴുതണോ എഴുതണ്ടേ 2 റക്അത്ത് ഇസ്തിഖാറത്ത് നിസ്കരിച്ചിട്ട് അദ്ദേഹം അത് എഴുതുകയുള്ളായിരുന്നു.
രാത്രി സമയത്ത് ചില പോയിന്റുകൾ എൻ്റെ ഹൃദയത്തിൽ വരുമ്പോൾ ആ സമയത്ത് ഞാൻ എണീച്ചിട്ട് വിളക്ക് കത്തിച്ചിട്ട് അത് എഴുതി രേഖപ്പെടുത്തി വെക്കുമായിരുന്നു എൻ്റെ അടുത്തുണ്ടായിരുന്ന ആ പേപ്പറുകളിലോ തുകലുകളിലോ ഒക്കെ. എന്നിട്ട് ഞാൻ കിടക്കലുള്ളായിരുന്നു. ചില രാത്രികളിൽ 7 പ്രാവശ്യം 8 പ്രാവശ്യം ഉണർന്ന് ഈ വരുന്ന മനസ്സുകൾ നമുക്കങ്ങനെയുണ്ട്. ചില സമയത്ത് ചില വിഷയങ്ങൾ മനസ്സിൽ വരുമോ, ആ ചിന്തകളും കാര്യങ്ങളും ഒരു വിഷയത്തിനെ കുറിച്ചുണ്ടാകുമ്പോൾ അത് എനിക്ക് വരുന്ന പോയിന്റുകൾ ഞാൻ എഴുതി വെച്ചിട്ട് കിടക്കും. പിന്നെ വരികയാണെങ്കിൽ വീണ്ടും എണീക്കും, വിളക്ക് കത്തിക്കും, എഴുതി വെക്കും, എന്നിട്ട് കിടക്കും. ഇതാണ് അവരുടെയൊക്കെ അധ്വാനങ്ങൾ. ഇന്നിപ്പോൾ എത്ര ആളുകളാണ് സഹീഹുൽ ബുഖാരി, റവാഹുൽ ഇമാമുൽ ബുഖാരി എന്ന് പറയുന്നത്. പ്രതിഫലങ്ങൾ എത്രയായിരിക്കും. അങ്ങനെ ഓരോ ആളുകളും മുൻഗാമികൾ ചെയ്ത് നമുക്കും ഇന്നൊരുപാട് നേടിയെടുക്കാൻ കഴിയും. നമുക്കും ഇന്ന് കഴിയും. ഇന്ന് ആളുകൾ സോഷ്യൽ മീഡിയയിലൊക്കെ പെട്ടെന്ന് ഇവിടുന്ന് കിട്ടുന്നു, കട്ട് ചെയ്യുന്നു, പേസ്റ്റ് ചെയ്യുന്നു, സെൻഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. പക്ഷെ അതിൽ ഉറപ്പുവരുത്തുകയും അത് ശരിയായതാണ്, നല്ലതാണ് എന്ന് ഉറപ്പുവരുത്തിയിട്ട് ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുക. ആ ഒരു എത്തിച്ചു കൊടുക്കൽ മാത്രം നിൽക്കാതെ നേരിട്ട് കാണുമ്പോഴും തൻ്റെ വീട്ടിലുള്ള ഭാര്യയെയും മക്കളെയും ഒന്ന് കൂട്ടിയിരുത്തിട്ട് തൻ്റെ സഹോദരന്മാരെയും സഹോദരിമാരുമായിട്ട് ചെറിയൊരു നോമ്പ് ഇഫ്താറിന് വേണ്ടിയിട്ട് അവസരമുണ്ടാക്കിയിട്ട് നല്ല നിലയ്ക്ക് ഈ അവസരങ്ങൾ ഉണ്ടാക്കി ഈ പറയുന്ന ദഅവത്ത് നടത്തും. അതല്ല വലിയ സ്റ്റേജുകൾ വേണം, ആൾക്കൂട്ടങ്ങൾ വേണം എന്നൊന്നും ആരും വിചാരിക്കേ വേണം. ലഅൻ യഹ്ദിയല്ലാഹു ബിക റജുലൻ വാഹിദൻ, ഒരു മനുഷ്യൻ നിന്റെ കാരണത്താൽ അള്ളാഹു ഹിദായത്തിലേക്ക് ചേർത്താൽ. ഇതാണ് അലി റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത പ്രതീക്ഷത. ഒരാൾ ഖൈറുൽ ലക മിൻ ഹുമുരിൻ നഅം, ചുവന്ന ഒരു ഒട്ടകത്തിനീലേറെ അതിനെനിക്ക് ഉത്തമമായിരിക്കും. ചുവന്ന ഒട്ടകത്തിനീലേറെ. നമ്മുടെ മുന്നിൽ 4 ആൾ കേൾക്കാനിരുന്നു, 2 ആൾ കേൾക്കാനിരുന്നു, 3 ആൾ കേൾക്കാനിരുന്നു. നമ്മളതിലൊന്നും ഒരു പ്രയാസം വിചാരിക്കേണ്ട ആവശ്യമില്ല. എൻ്റെതൊരുപാട് ആളുകൾ കേൾക്കാനില്ല, അത്രയും വലിയ സദസ്സില്ലാത്തത് കൊണ്ട് ഞാൻ പറയാനില്ല, അതൊന്നും ഒരിക്കലും വിചാരിക്കരുത്. ഹിദായത്ത് നല്ലതിലേക്കാണോ ദഅവത്ത് എന്നുള്ളത്. ആ പറയുന്ന ദഅവത്ത് സ്വീകരിച്ച ആളുകൾ ആരൊക്കെയാണോ അവരുടെ പ്രതിഫലങ്ങളിൽ നിന്നുള്ള ഓരോ ആളുകൾക്കുള്ള പ്രതിഫലം പോലത്തെ കൂലി അള്ളാഹു ഈ മനുഷ്യന് അതിന് കാരണക്കാരനായി ഇവന് നൽകും എന്നുള്ളത്. എന്നാൽ പിന്നെ അവരെ കൂലി പ്രതിഫലം കുറയോ? ഒരിക്കലുമില്ല. മിൻ ഗൈരി അൻ യൻഖുസ മിൻ ഉജൂരിഹിം ഷൈആ, അവരുടെ പ്രതിഫലങ്ങളിൽ നിന്ന് ഒന്നും കുറയൂല. മറ്റുള്ള ആളുകളുടെ പ്രതിഫലങ്ങളിൽ നിന്ന് ഒന്നും തന്നെ കുറയുക എന്ന് പറയുന്നതില്ല. അവർക്കൊരു കുറവും ഉണ്ടാകൂല, ഇവന് കൂലി കൊടുക്കും. ഇനി വമൻ ദഅ ഇലാ ളലാലത്തിൻ, വഴികേടിലേക്ക് ഒരാൾ ക്ഷണിച്ചാൽ. ഇന്ന് ഫോളോവേഴ്സ് പറയുന്ന ബഹുഭൂരിഭാഗത്തിൻ്റെയും ദഅവത്തും പ്രബോധനം കേട്ടാൽ അത് ളലാലത്തിലേക്കുള്ള അതിൻ്റെ ആളുകളായിട്ടാണ് കാണുന്നത്. അങ്ങനത്തെ സദസ്സുകളും ആൾക്കൂട്ടവുമാണ് ഇന്ന് അതികഠിനമായി ആളുകളുടെ വർധനവ് കാണുന്നത്. ളലാലത്തിലേക്ക്, വഴികേടിലേക്ക് ഒരാൾ മറ്റുള്ളവരെ ക്ഷണിച്ച് പ്രബോധനം നടത്തിയാൽ കാന അലൈഹി മിനൽ ഇസ്മി മിസ്ലു ആസാമി മൻ തബിഅ, ഇവനോട് പിന്തുടർന്ന ആളുകൾക്കുള്ള പാപങ്ങൾ പോലത്തെ പാപം ഇവൻ്റെ മേലുമുണ്ടാകും. അതിന് കാരണക്കാരനായ ഈ മനുഷ്യൻ ആ സദസ്സിൽ വെച്ചത് പറഞ്ഞു പോയിട്ടുണ്ടാകും. അതല്ലെങ്കിൽ അവൻ ഏതെങ്കിലും ഒരു സോഷ്യൽ മീഡിയയുടെ പ്ലാറ്റ്ഫോമിൽ ഈ കാര്യങ്ങൾ അവനൊന്ന് ആളുകൾക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടാകും. പക്ഷേ അത് എവിടേക്ക് എത്തി, ആരൊക്കെ അതിനെ പിന്തുടർന്നു, ആരൊക്കെ ജീവിതത്തിൽ അതിനെ ഫോളോ ചെയ്തു, അതിൻ്റെയൊക്കെ പാപം ഈ മനുഷ്യൻ അവൻ അത് വഹിച്ചുകൊണ്ടേയിരിക്കേണ്ടി വരും. ലാ യൻഖുസു ദാലിക മിൻ ആസാമിഹിം ഷൈആ, അവരുടെ പാപങ്ങളിൽ നിന്ന് ഒന്നും കുറവ് വരാതെ അവർക്കുള്ളത് അവർക്ക് അർഹിക്കുന്നത് നൽകും. അതേപോലെ തന്നെ കാരണക്കാരനായി ഇവനും അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൻ്റെ പാപങ്ങൾ നൽകും. എത്ര ആളുകൾ, എത്ര അനുയായികൾ ലോകത്ത് മുക്കിലും മൂലിൽ എവിടൊക്കെ വിഷയങ്ങൾ എത്തിയത്. അപ്പോൾ ഈ ഹദീസ് ഒരു ഭാഗത്തിൽ കൂടെ നാം നിർവഹിക്കുന്ന കാര്യം, പ്രബോധനം ചെയ്യുന്ന കാര്യം നല്ലതാണെങ്കിൽ വളരെയധികം സന്തോഷിപ്പിക്കുന്നൊരു ഹദീസാണ്. ആ കാര്യത്തിന് ഒരാളെ വളരെ വളരെ വളരെയധികം പ്രേരിപ്പിക്കുന്ന, അതിന് വല്ലാത്ത ഒരു സന്തോഷം അവന് നൽകുന്നതാണ്. അതേപോലെ തന്നെ ഒരാൾ പ്രബോധനം നടത്തുന്നതും മറ്റുള്ള ആളുകളെ നയിക്കുന്നതും ഒരു ളലാലത്തോ വഴികേടോ തെറ്റോ ആണെങ്കിൽ ആ മനുഷ്യനെ ഒരുപാട് പ്രാവശ്യം ചിന്തിപ്പിക്കേണ്ടതും ആ ചെയ്യുന്ന തെറ്റിൽ നിന്ന്, ആ പറയുന്ന പ്രബോധനത്തിൽ നിന്ന് മാറി നിൽക്കേണ്ടതുമാണ്, വളരെ ഗൗരവമുള്ളതുമാണ്. ഹാദൽ ഹദീസ് വമാ അഷ്ബഹഹു മിനൽ അഹാദീസ്, ഈ ഹദീസും ഇതുപോലത്തെ ആശയങ്ങളും മറ്റ് ഹദീസുകളുമുണ്ട്. ഫീഹിൽ ഹസ്സു അല ദഅവത്തി ഇലൽ ഹുദാ വൽ ഖൈർ, നന്മയിലേക്കും സന്മാർഗത്തിലേക്കും പ്രബോധനം ചെയ്യാനുള്ള പ്രേരണ, അതിൽ പ്രേരിപ്പിക്കേണ്ടതിൽ. വഫളലു ദാഇ, നല്ല കാര്യങ്ങളിലേക്ക് ദഅവത്ത് നടത്തുന്ന ആളുകൾക്കുള്ള ശ്രേഷ്ഠത. അതേപോലെ വത്തഹ്ദീറു മിനദ് ദുആഇ ഇലൽ ളലാലത്തി വൽ ഗൈ, വഴികേടിലേക്കും ളലാലത്തിലേക്കും ആളുകളെ പ്രബോധനം ചെയ്യുന്നതിന് താക്കീതുമുണ്ട്. വഇളമു ജുർമിദ് ദാഇ വഉഖൂബത്തിഹി, തെറ്റായ കാര്യങ്ങളിൽ ആളുകളെ പ്രേരിപ്പിക്കുന്നവൻ്റെ ആ തെറ്റിൻ്റെ ഗൗരവം
അതിൻ്റെ പാപങ്ങളുടെ അതിൻ്റെ ഗൗരവം അത് ഉണർത്തലുണ്ട്. ഹുദ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഇൽമുൻ നാഫിഅ് വൽ അമലു സ്വാലിഹ്, ഉപകാരപ്രദമായ അറിവും അതേപോലെ തന്നെ സ്വാലിഹായ അമലും. അമല് സ്വാലിഹാകൽ രണ്ട് ഉപാധികൾ അതിലുണ്ടാകുമ്പോൾ ഇഖ്ലാസും മുതാബഅത്ത്. ഫകുല്ലു മൻ അല്ലമ ഇൽമൻ, ഒരാൾ മറ്റൊരാൾക്ക് ശർഈയായ നല്ല ഒരു അറിവ് ഒരാൾക്ക് പഠിപ്പിച്ചു കൊടുത്താൽ, ഔ വജ്ജഹൽ മുതഅല്ലിമീൻ, അതല്ലെങ്കിൽ വിദ്യാർത്ഥികളായ ആളുകൾക്ക് മാർഗനിർദ്ദേശങ്ങൾ നൽകി, ഇലാ സുലൂകി ത്വരീഖത്തിൻ യഹ്സുലു ലഹും ഫിഹാ ഇൽം, അറിവ് കിട്ടുന്ന മാർഗങ്ങൾ, വഴികൾ, ഇൽമിയായ ദീനിയായ കാര്യങ്ങൾ പഠിക്കാൻ വിദ്യാർത്ഥികൾക്ക് ഈ പറയുന്ന സൗകര്യങ്ങളും സാഹചര്യങ്ങളും സഹായങ്ങളൊക്കെ ഒരുക്കി കൊടുക്കുന്ന ആളുകളൊക്കെ അതിൽ പെടും. അവർ ദായികളാണ്, പ്രബോധനം നടത്തുന്ന ആളുകളാണ്. ഫഹുവ ദാഇൻ ഇലൽ ഹുദാ, അവർ ഹിദായത്തിലേക്കുള്ള പ്രബോധകരാണ്. വെറും ഇത് പഠിപ്പിച്ചു കൊടുക്കുന്ന ആൾ മാത്രമല്ല, കുട്ടികൾക്ക് പ്രത്യേകിച്ച് മുസ്ലിമീങ്ങൾക്ക് ഇത് പഠിക്കാനുള്ള സദസ്സുകളും സാഹചര്യങ്ങളും പള്ളികളും സംവിധാനങ്ങളും ഒരുക്കി കൊടുക്കുന്ന ആളുകൾ ചെയ്യുന്നത് വലിയ മഹത്തായ ദഅവത്താണ്. അവർ ബാറക്കല്ലാഹ് അവരുടെ അധ്വാനം, അവരുടെ എഫോർട്ടും അവരുടെ കഷ്ടപ്പാടുകളും അവരുടെ ചിന്തകളും അവരുടെ സമയങ്ങളും ഇതിന് മാറ്റിവെച്ചിട്ടാണ് മുസ്ലിം സമുദായത്തിന് ഇങ്ങനത്തെ സൗകര്യങ്ങളും കാര്യങ്ങളും ഒരുക്കി തന്നിട്ടാണ് നമ്മൾ വന്ന് പറയുന്നതും ഇരുന്ന് കേൾക്കുന്നതും നമ്മളിത് പഠിക്കുന്നതും. അപ്പം അങ്ങനെ ചെയ്യുന്ന മനുഷ്യന്മാർ ചെയ്യുന്നത് വല്ലാത്ത മഹത്തായ ഒരു ദഅവത്താണ്, പ്രബോധനമാണ്, സേവനമാണത്. വകുല്ലു മൻ ദഅ ഇലാ അമലിൻ സ്വാലിഹിൻ യതഅല്ലഖു ബിഹഖില്ലാ, അല്ലാഹുമായിട്ട് ബന്ധപ്പെട്ട അല്ലാഹുവിന്റെ ഇബാദത്ത്, നമ്മുടെ ആദർശം, വിശ്വാസം, അങ്ങനെ ബന്ധപ്പെട്ട സൽക്കർമ്മങ്ങളിലേക്ക് പ്രേരിപ്പിക്കുന്ന ആളുകൾ, അതിൽ ദഅവത്ത് നടത്തുന്ന ആളുകൾ. അതേപോലെ തന്നെ ഔ ബിഹുഖൂഖിൽ ഖൽഖ് അൽ ആമ്മത്തി വൽ ഖാസ, പൊതു സമൂഹത്തിൻ്റെ നന്മകൾ, പള്ളികൾ, അതേപോലെ തന്നെ ഇൽമിയായ സ്ഥാപനങ്ങൾ, ആളുകൾക്കുള്ള ഭക്ഷണ വിഭവങ്ങൾ, ഭൗതികമായ തൊഴിലുകൾ, അവരുടെ വിഭവങ്ങൾ, സഹായകരമായ കാര്യങ്ങൾ, വ്യക്തിപരമായ ഖാസാദി എന്ന വ്യക്തിപരമായ ഓരോ വ്യക്തികൾക്ക് അവർക്കുള്ള ഉപദേശങ്ങൾ, നിർദ്ദേശങ്ങൾ, സഹായങ്ങൾ. ഫഹുവ ദാഇൻ ഇലൽ ഹുദ, അവരൊക്കെ ഹിദായത്തിലേക്ക് ക്ഷണിക്കുന്ന ആളുകളാണ്. അവർക്കൊക്കെ അതുകൊണ്ട് തന്നെ ഈ പറയുന്നത് കൊണ്ട് നേട്ടം കിട്ടുന്ന, ആ പ്രബോധനം കൊണ്ട് ഉപകാരം കിട്ടുന്ന ആളുകളുടെ പ്രതിഫലം പോലത്തെ പ്രതിഫലം അവർക്ക് ലഭിക്കും. വകുല്ലു മൻ അബ്ദാ നസീഹത്തൻ ദീനിയത്തൻ ഔ ദുന്യവിയ്യ, ദീനുമായി ബന്ധപ്പെട്ട അതേപോലെ തന്നെ ദുന്യവിയായി ബന്ധപ്പെട്ട നല്ല നസീഹത്തുകൾ ഒരാൾ മറ്റുള്ളവർക്ക് നൽകി, യുതവസ്സലു ബിഹാ ഇലദ്ദീൻ, ആ പറയുന്ന ദുന്യാവ് നല്ല ഒരു ജോലി ഒരാൾക്ക് അതിനുള്ള ഉപദേശ നിർദ്ദേശങ്ങൾ കൊടുക്കുകയാണ്. ആ ജോലി കിട്ടി അവനും അവൻ്റെ കുടുംബങ്ങളും ഹലാലായ റിസ്ക്കും വിഭവങ്ങളും കിട്ടി തൊഴിലെടുത്ത് അവൻ്റെ കുടുംബത്തിനെ ദീനിയായിട്ട് വളർത്തുന്ന സാഹചര്യത്തിലേക്ക് എത്തിക്കുന്ന ഇങ്ങനത്തെ നസീഹത്ത് ഒരാൾ നൽകിയാൽ ഫഹുവ ദാഇൻ ഇലൽ ഹുദ, അവൻ സന്മാർഗത്തിലേക്ക് ഹിദായത്തിലേക്ക് പ്രബോധനം ചെയ്യുന്ന ആളാണ്. വകുല്ലു മൻ ഇഹ്തദാ ഫീ ഇൽമിഹി ഔ അമലിഹി, ഇവൻ്റെ ഈ പ്രവർത്തനം കാരണം ആളുകൾ ആരൊക്കെയാണോ ഈ അറിവ് കൊണ്ടും അമലുകൊണ്ടും ഹിദായത്ത് ലഭിച്ചത്, ഫഖ്തഫാ ബിഹി ഗൈറുഹു, മറ്റുള്ള ആരൊക്കെ അതിനെ ഫോളോ ചെയ്തു പിന്തുടർന്നു, ഫഹുവ ദാഇൻ ഇലൽ ഹുദാ, അവർ ഹിദായത്തിലേക്ക് ക്ഷണിക്കുന്ന പ്രബോധനം നടത്തുന്ന ആളുകളാണ്. വകുല്ലു മൻ തഖദ്ദമ ഗൈറഹു ബിഅമലിൻ ഖൈരി, നല്ല ഏത് കാര്യത്തിലും മറ്റുള്ളവർക്ക് മുന്നിൽ നിന്നു, ഔ മശ്റൂഇൻ ആമിൻ നഫ്, അല്ലെങ്കിൽ പൊതു ആളുകൾക്ക് ഉപകാരമുള്ള ഒരു സംരംഭമാണ്, ഒരു വഴിയാണ്, അതല്ലെങ്കിൽ ഒരു മറ്റുള്ള കിണറാണ്, അതല്ലെങ്കിൽ ആളുകൾക്കുള്ള ജലസേചനവുമായിട്ട് ബന്ധപ്പെട്ടതോ അവർക്കുള്ള ഭക്ഷണ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടതോ, ഇങ്ങനത്തെ പൊതു സംരംഭങ്ങൾ നല്ലതാണ്, ആളുകൾക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങളാണ്, അതിന് മുന്നിൽ നിന്നാൽ ഫഹുവ ദാഖിലുൻ ഫീ ഹാദൻ നസ്, ഈ പറയുന്ന നന്മയിൽ ഒരുപ്പെടും. ഇപ്പോൾ ആളുകൾ പറയും വെള്ളം ക്ഷാമുണ്ട് ആളുകൾക്ക്, അപ്പോൾ നമ്മൾ മുസ്ലിമീങ്ങളായ ആളുകൾക്ക് എല്ലാവർക്കും കുടിക്കാൻ വേണ്ടി ഒരു കിണർ കുഴിക്കുകയാണ്, അതിനുള്ള ഒരു ശ്രമവും കാര്യങ്ങളായിട്ട് ഒരാൾ മുന്നിൽ നിന്നു, അതിന് കാശ് പിരിക്കേണ്ടി വരും, തൊഴിലാളികളെ സംഘടിപ്പിക്കേണ്ടി വരും, അതിന് പറ്റുന്നൊരു സ്ഥലം കണ്ടെത്തേണ്ടി വരും. ഇതൊക്കെ ചെയ്തിട്ട് അയാൾ ചെയ്തു. ആരൊക്കെ അതിൽ നിന്ന് വെള്ളം കൊണ്ടുപോയി ഉപയോഗപ്പെടുത്തി, അതിൻ്റെയൊക്കെ പ്രതിഫലങ്ങൾ ഈ വ്യക്തിക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കും. അവൻ്റെ ജീവിതകാലത്ത് മാത്രമല്ല, അവൻ്റെ മരണത്തിൻ്റെ ശേഷവും. ഒരു വൃക്ഷം, പഴങ്ങൾ കായ്ക്കുന്ന ഒരു നല്ല വൃക്ഷം എവിടെയെങ്കിലും നടാൻ വേണ്ടിയിട്ട് ഒരാൾ അതിന് മുന്നിൽ നിന്നു. ആ വൃക്ഷത്തിൽ നിന്ന് മനുഷ്യന്മാരും പക്ഷികളും ജീവികളും ആരൊക്കെ ഉപയോഗപ്പെടുത്തുന്നുവോ ആ മരം നിലനിൽക്കുന്ന കാലത്തോളം അതിൽ നിന്ന് അതിൻ്റെ തണലും അതിൻ്റെ കൈക്കനികളും അതിൻ്റെ ഫലങ്ങളും ഉപയോഗപ്പെടുന്ന അള്ളാഹുവിൻ്റെ അടിമകൾ ഉപയോഗപ്പെടുത്തുന്ന കാലത്തോളം ഈ മനുഷ്യന് അതിൻ്റെ പ്രതിഫലം നിലനിന്നുകൊണ്ടേയിരിക്കും, അതിൻ്റെ കൂലി അവന് വന്നുകൊണ്ടേയിരിക്കും. അവൻ മരണപ്പെട്ടതിൻ്റെ ശേഷമാണെങ്കിൽ പോലും അതിൻ്റെ കൂലി അവൻ്റെ ഖബറിലേക്ക് സൽക്കർമ്മമായി തുടർന്നു വന്നുകൊണ്ടേയിരിക്കും.
ഇത് നന്മക്ക് മുന്നിൽ നിൽക്കുകയാണെങ്കിൽ മുഅ്മിനീങ്ങളായ ആളുകൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുന്ന ദുആകളുടെ കൂട്ടത്തിൽ പെട്ടതാണ് റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയ്യാതിനാ ഖുർറത അയുനിൻ വജ്അൽനാ ലിൽ മുത്തഖീന ഇമാമ. അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന ആളുകളുടെ മുന്നിൽ നിൽക്കുന്ന ആൾ, അവർക്ക് നേതൃത്വം കൊടുക്കുന്ന ആൾ, നിസ്കാരത്തിലുള്ള ഇമാമത്താണെങ്കിലും ഇൽമു പഠിക്കുന്ന കാര്യത്തിലുള്ള ഇമാമത്താണെങ്കിലും യുദ്ധത്തിനും മറ്റുള്ള കാര്യങ്ങൾക്കുള്ള ഇമാമും അമീറുമാണെങ്കിലും നല്ല ഏത് കാര്യങ്ങളാണെങ്കിലും അവർക്ക് മുന്നിൽ നിൽക്കും. മറ്റു ചില ഹദീസുകളുണ്ട്, മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ ചില ആളുകളെ മഫാത്തിഹലിൽ ഖൈർ, നല്ല കാര്യങ്ങൾക്കുള്ള താക്കോലുകളാക്കിയിട്ടുണ്ട്. അവർ നല്ല കാര്യങ്ങളിൽ മുന്നിൽ നിൽക്കുന്ന ആളുകൾ, അത് തുറന്നു കൊടുക്കുന്ന ആളുകൾ, അത് ഉദ്ഘാടനം കഴിക്കുന്ന ആളുകൾ, അതിന് പ്രേരിപ്പിക്കുന്ന ആളുകളായി. അത് വലിയൊരു ഖൈറാണ്. മറ്റു ചില ആളുകളുണ്ട് മഫാത്തിഹലി ഷർ, തെറ്റായ തിന്മകൾ അത് തുറന്നു കൊടുക്കുന്ന, അതിനാളുകളെ പ്രേരിപ്പിക്കുന്ന, അതിന് ആളുകളെ ഒരുമിച്ച് കൂട്ടുന്ന, അതിന് വേണ്ടുന്ന കാര്യങ്ങളും ഫണ്ടും കാര്യം സംഘടിപ്പിക്കുന്നു. അത് ആ മനുഷ്യന് നാശമാണ്, അത് നാശമാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫതൂബ, ഏറ്റവും എല്ലാവിധ സന്തോഷവും ആശംസകളും നന്മക്ക് മുന്നിൽ നിൽക്കുന്നത് തുറന്നു കൊടുക്കുന്ന ആളുകൾക്കാണ്. എല്ലാവിധ പരാജയങ്ങളും തെറ്റുകൾ അത് ചെയ്യുന്നു എന്ന് മാത്രമല്ല, മറ്റുള്ള ആളുകൾ അത് ചെയ്യാൻ പ്രേരിപ്പിക്കുകയും അവർക്കതിന് നേതൃത്വം കൊടുക്കുകയും ചെയ്യുന്ന ആളുകൾ. രണ്ട് വിഭാഗം ആളുകളുമുണ്ട് ഇന്ന് സമൂഹത്തിൽ, രണ്ട് വിഭാഗവുമുണ്ട്. നമ്മൾ ഇതിൽ ഏതിലാണ് പെടേണ്ടത്, ഏതിലാണ് എന്നുള്ളത് നമ്മൾ പരിശോധിച്ച് നോക്കുക. വാക്സുദാലിക കുല്ലിഹി അദ്ദാഇ ഇലല്ലാല, മുകളിൽ പറഞ്ഞതിൻ്റെ നേരെ വിപരീതമാണ് വഴികേടിലേക്ക് പ്രബോധനം നടത്തുന്ന ആളുകൾ, ക്ഷണിക്കുന്ന ആളുകൾ. ഫദ്ദഊന ഇലൽ ഹുദാ ഹും അഇമ്മത്തുൽ മുത്തഖീൻ വഖിയാറുൽ മുഅ്മിനീൻ, സന്മാർഗത്തിലേക്ക് ആളുകളെ പ്രേരിപ്പിക്കുന്ന വിളിക്കുന്നവർ അവർ മുത്തഖീങ്ങളുടെ ഇമാമുകളാണ്. വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ എന്ന് പറയുന്ന ആ ദുആയിൽ ഉൾപ്പെട്ട ആളുകൾ. വഖിയാറുൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ ഉത്തമരുമാണ്, നല്ല കാര്യങ്ങൾക്ക് മുന്നിൽ നിൽക്കുന്നവർ, അതിലേക്ക് പ്രേരിപ്പിക്കുന്ന, അതിലേക്ക് പ്രബോധനം നടത്തുന്നവർ. എന്നാൽ വദ്ദഊന ഇലല്ലലാല, വഴികേടിലേക്ക് ആളുകളെ ക്ഷണിക്കുന്നവർ ഹും അൽ അഇമ്മത്തുല്ലദീന യദ്ഊന ഇലന്നാർ, നരകത്തിലേക്ക് ആളുകളെ ക്ഷണിക്കുന്നവരുമാണ്. നരകത്തിലേക്ക് ആളുകളെ ക്ഷണിക്കുന്ന തലവന്മാർ അവർ ഫിർഔൻ, ഹാമാൻ, ഖാറൂൻ എന്ന് പറയുന്ന പോലത്തെ ഉമയ്യത്ത് ബിൻ ഖലഫ്, അബൂജഹൽ, അബൂലഹബ് പോലത്തെ ദുഷ്ടരായ കുഫാറുകൾ, സത്യനിഷേധികളായി ലോകത്ത് ജീവിച്ച് അള്ളാഹുവിൻ്റെ ശാപകോപത്തിലായിട്ട് ഈ ലോകത്തിൽ നിന്ന് പിരിഞ്ഞുപോയ ദുഷ്ടരായ ആ മനുഷ്യരുടെ പിൻഗാമികളുമാണ് ഇന്ന് ലോകത്തുള്ള ഈ ജാതി ആളുകൾ, വലാലത്തിലേക്ക് ആളുകളെ വിളിക്കുന്നവർ. വകുല്ലു മൻ ആവന ഗൈറഹു അലൽ ബിർരി വത്തഖ്വ, നല്ല കാര്യത്തിന് മറ്റുള്ളവർക്ക് സഹായം ചെയ്തുകൊണ്ട് ആളുകളെ പ്രേരിപ്പിച്ചുകൊണ്ട് പോകുന്ന എല്ലാവരും വഹുവ മിനദ്ദാഈന ഇലൽ ഹുദ, അവർ ഹിദായത്തിലേക്ക് ക്ഷണിക്കുന്നവർ, അതിലേക്ക് പ്രബോധകർ. വകുല്ലു മൻ ആന ഗൈറഹു അലൽ ഇസ്മി വൽ ഉദ്വാൻ, പാപകരമായ കാര്യങ്ങൾ, പരസ്പരം ശത്രുത ജനിപ്പിക്കുന്ന കാര്യങ്ങൾ, അതിന് മറ്റുള്ളവരെ സഹായിക്കുന്നവരൊക്കെ വഹുവ മിനദ്ദാഈന ഇലല്ലലാല, അവർ വഴികേടിലേക്ക് ആളുകളെ ക്ഷണിക്കുന്നവരുമാണ്, വഴികേടിലേക്ക് ആളുകളെ പ്രേരിപ്പിക്കുന്ന ആളുകളുമാകുന്നു. അപ്പോൾ നമ്മൾക്ക് കിട്ടുന്ന ഈ അവസരങ്ങൾ, അതല്ലാതെ എനിക്കൊരു ദാഴിയാകാൻ കഴിഞ്ഞില്ലല്ലോ, എനിക്കൊരു പ്രബോധകനാകണമെങ്കിൽ ഒരിക്കലുമില്ല. വളരെ കുറഞ്ഞ പരിമിതമായ സൗകര്യങ്ങളാണെങ്കിൽ പോലും നമുക്ക് ഈ പറയുന്ന മഹത്തായ ഈ അമല് നിർവഹിക്കാനും അതിനനുസരിച്ച് നമുക്ക് വലിയ പ്രതിഫലങ്ങൾ നേടിയെടുക്കാനും കഴിയും എന്നുള്ളത് തന്നെയാണ്. നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ നല്ല നിലക്കത് പഠിപ്പിച്ചു കൊടുത്ത് അതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുത്തു. ആ മക്കൾ ഈ കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കി പിന്നീട് അവരുടെ ശേഷം അവർ മറ്റുള്ളവർക്ക് അത് അറിയിച്ചു കൊടുത്തു, പഠിപ്പിച്ചു കൊടുത്തു, അതിനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തു. ഇതിലൊക്കെ നമുക്കതിൻ്റെ പ്രതിഫലങ്ങൾ പ്രതീക്ഷിക്കാം. നാം അധ്വാനിക്കാതെ, അതല്ലെങ്കിൽ നമ്മുടെ ഭാഗത്ത് ചെറിയ ഒരു അധ്വാനം ഉണ്ടായതിൻ്റെ ഫലം എന്നോണം മഹത്തായ പ്രതിഫലങ്ങൾ നാം ഈ ലോകത്ത് ജീവിക്കുമ്പോഴും ഇവിടുന്ന് ഈ ലോകത്ത് നിന്ന് മരിച്ചു പിരിഞ്ഞതിൻ്റെ ശേഷം പോലും. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു മനുഷ്യൻ മരണപ്പെട്ടാൽ പോലും അവൻ്റെ എല്ലാ അമലുകളും മുറിഞ്ഞു പോകും, 3 എണ്ണം ഒഴിച്ച്. അതിൽപ്പെട്ട ഒന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണിയത് ഔ ഇൽമുൻ യുൻതഫഉ ബിഹി, ഔ ഇൽമുൻ യുൻതഫഉ ബിഹി, നാഫിആയ ഇൽമ് മറ്റുള്ള ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുത്തത്. നമുക്കൊക്കെ നമ്മുടെ കുട്ടികൾക്ക് അത് പറഞ്ഞു കൊടുക്കാവുന്നതാണ്. നാവുമായി ബന്ധമുള്ള ആളുകൾക്ക് ഇതിൻ്റെ ഗൗരവം, ഇതിൻ്റെ പ്രാധാന്യം പറഞ്ഞ് ഉണർത്തിക്കൊടുത്ത് അവരത് നിർവഹിക്കുന്നതിനനുസരിച്ച് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത പ്രതിഫലങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകും. അള്ളാഹുവിനോട് ഈ പറയുന്ന നല്ല നിലക്കുള്ള കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുക്കാനും
അതിലേക്ക് പ്രബോധനം ദഅവത്ത് നടത്താനും അതിനുള്ള തൗഫീഖും സഹായങ്ങളും നമുക്കും ലഭിക്കാനും അള്ളാഹുവിനോട് നാം ദുആ ചെയ്യുകയും ചെയ്യാം. അള്ളാഹുവിനോട് ദുആ ചെയ്യാം. സാഹചര്യങ്ങൾ നമുക്ക് ഒരുക്കി തരുന്നത്, അത് അനുകൂലമാക്കി തരുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആലയാകുന്നു. ഒരിക്കലും നിരാശപ്പെടാതെ, അതല്ലാതെ ഒരുപാട് വിശാലമായ അറിവ് കിട്ടിയിട്ടേ ഞാൻ ദഅവത്ത് നടത്തുള്ളൂ, അതല്ലെങ്കിൽ എനിക്കതിനുള്ള ഒരുപാട് സാഹചര്യങ്ങൾ ഉണ്ടായിട്ടേ ഞാനതിൽ മുന്നേറ്റം ഇറങ്ങുള്ളൂ, ഒന്നുമില്ല. ചെറിയ നിലക്ക് നമ്മൾ ചെയ്യുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനെ അർഹിക്കുന്ന പ്രതിഫലങ്ങൾ നൽകുകയും അതിൽ ബറക്കത്ത് നൽകുകയും ചെയ്താൽ ആ പറയുന്നത് കൊണ്ട് വലിയ വലിയ സദസ്സുകളിൽ ആൾക്കൂട്ടങ്ങളെ ആളുകൾ തെളിച്ച് വലാലത്തിലേക്കും വഴികേടിലേക്കും കൊണ്ടുപോകുന്ന അവസ്ഥകളൊക്കെയുള്ള അപേക്ഷ നോക്കുകയാണെങ്കിൽ ഒരുപാട് ഖൈർ നമുക്കിതുകൊണ്ട് ലഭിക്കും. ഒരുപാട് ഖൈറുകൾ നമുക്കതുകൊണ്ട് ഈ പറയുന്ന നന്മ കൊണ്ട് ലഭിക്കും. പിന്നെ 11ാമത്തെ ഹദീസായിക്കൊണ്ട് ഷെയ്ഖ് റഹിമഹുല്ല ഇതിൽ പറയുന്നത് അൻ മുആവിയത റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ യുരിദില്ലാഹു ബിഹി ഖൈറൻ യുഫഖിഹുഹു ഫിദ്ദീൻ. ഇത് വളരെ പ്രസിദ്ധമായ ഒരു ഹദീസാണ്. ഈ ഹദീസും തന്നെ നാം വളരെ ഒരു ഭാഗത്തിൽ കൂടെ സന്തോഷത്തോടുകൂടെ അഭിമാനത്തോടുകൂടെ മനസ്സിലാക്കുമ്പോൾ ഇതിൻ്റെ നേരെ ഉൾട്ടയായ അർത്ഥം വളരെ പേടിയോടുകൂടെ നാം കേൾക്കേണ്ടതും മനസ്സിലാക്കേണ്ടതുമാണ്. ഈ ഹദീസിൽ പറയുന്നത് മൻ യുരിദില്ലാഹു ബിഹി ഖൈറൻ, ഒരു മനുഷ്യന് അള്ളാഹു ഖൈർ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ യുഫഖിഹുഹു ഫിദ്ദീൻ, അള്ളാഹു ദീനിൽ അവന് പാണ്ഡിത്യം നൽകും എന്നുള്ളത്. ദീനിൽ പാണ്ഡിത്യം നൽകും. ഇൽമ് പഠിക്കുന്നതിൻ്റെ ശ്രേഷ്ഠത, അതിൻ്റെ പ്രാധാന്യം, അതിൻ്റെ മഹത്വം, അതിനെക്കുറിച്ചൊക്കെ അറിയിക്കുന്ന ഹദീസായിട്ടാണ് സാധാരണ ഉലമാക്കൾ ഇത് പറയൽ. അപ്പോൾ ഒരു മനുഷ്യന് അള്ളാഹുവിൻ്റെ ദീനിനെക്കുറിച്ച് അവന് അറിവും കാര്യങ്ങളും അവന് നിർബന്ധമായ കാര്യങ്ങളും നിർബന്ധമല്ലാത്ത ശർഈയായ ഇൽമുമായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങളും ഒരാൾക്ക് എത്രത്തോളം അറിവുണ്ട് എന്നുള്ളത് വെച്ച് അവന് അവൻ്റെ ഖൈരിയത്ത്, അവൻ്റെ നന്മയെ അളന്ന് നോക്കാൻ കഴിയും. അവൻ്റെ നന്മ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമുക്ക് അളന്ന് നോക്കാൻ കഴിയും. നോക്കി നിങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൗതികമായ വിഭവങ്ങൾ ഇവിടെ നമുക്ക് ഓരോരുത്തർക്കും വിതരണം ചെയ്തത് ഒരു പരിധി വരെ എല്ലാവർക്കും അത് ലഭിച്ചിട്ടുണ്ട്, ഇല്ലേ? നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം അസത്യം മനസ്സിലാക്കാനുള്ള വിവേക ബുദ്ധി തന്നതാണെങ്കിൽ, നമുക്ക് കണ്ണും കാഴ്ചയും കേൾവിയും മറ്റുള്ള അവയവങ്ങളും കാര്യങ്ങളും തന്നതാണെങ്കിൽ, നമുക്ക് ഭൗതികമായ ഭക്ഷണ വിഭവങ്ങളും തൊഴിലും ജോലിയും വരുമാനവും സമ്പത്തും സൗകര്യങ്ങളും നൽകിയതാണെങ്കിൽ ഒരു പരിധി വരെ ചെറിയ ഏറ്റക്കുറച്ചിലുകളില്ല എന്നല്ല. എന്നാലും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അത് നൽകിയിട്ടുണ്ടല്ലോ, അല്ലേ? ഇന്ന് നോമ്പ് തുറക്കുന്ന സമയം വരുമ്പോൾ ആ സമയത്ത് കുറച്ച് ആളുകളെ നോമ്പ് തുറക്കുള്ളൂ, വേറൊരാൾക്ക് ഫുഡില്ല. അങ്ങനെ അത്താഴത്തിൻ്റെ സമയം വരികയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ആളുകൾക്കൊക്കെ ഭക്ഷണം കാര്യങ്ങളൊക്കെ ഏകദേശം കിട്ടി, എല്ലാവർക്കും കിട്ടിയിട്ടില്ല. അങ്ങനെ ഉണ്ടോ പരിപാടി? ഒന്ന് കണ്ണ് പൂട്ടിയിട്ട് ഒന്ന് സ്വസ്ഥമായിട്ട് ഉറങ്ങണം, വിശ്രമിക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് ആളുകൾക്കൊക്കെ ശരിക്കും വിരിപ്പുണ്ട്, പായുണ്ട്, കിടക്കാൻ സ്ഥലമുണ്ട്. വേറെയുള്ളവരൊക്കെ പാവങ്ങൾ ഇങ്ങനെ ഉണ്ടോ? ഒരിക്കലും ഇല്ല. ഇനിയിപ്പോൾ എങ്ങോട്ടെങ്കിലൊക്കെ ഒന്ന് പോക്കും വരവും കാര്യങ്ങളാണ് പരിശോധിക്കുക എന്നുണ്ടെങ്കിൽ, സ്വന്തം ഒരു വണ്ടി ഇല്ല എന്നുണ്ടെങ്കിലും നമ്മൾ എല്ലാ കിലോമീറ്റർ കണക്ക് നടന്ന് കഷ്ടപ്പെട്ട് പോകണം. നമ്മൾ കാശ് കൊടുത്ത് നമുക്ക് സൗകര്യം അവിടെ. ഈ വിഭവങ്ങൾക്ക് ഒരു പരിധി വരെ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും അതൊരുപോലെ നൽകിയിട്ടുണ്ട്. പക്ഷെ അള്ളാഹു നമുക്ക് ഈ സാഹചര്യങ്ങളൊക്കെ ഒരുപോലെ നൽകിയിട്ട് തന്നിട്ട് അള്ളാഹുവിൻ്റെ ദീനിനെ കുറിച്ച് പറയുന്ന സമയത്ത് അവൻ്റെ കലാമിനെ കുറിച്ച് ഒന്നും എനിക്കറിയില്ല. ഒരുപാട് കാലം ഇവിടെ ഉണ്ടായി, ഒരുപാട് കാലം ദുന്യാവിലുണ്ടായി, തന്ന നിയമത്തും വിഭവങ്ങൾ ഒരുപാട് നമ്മൾ ഉപയോഗപ്പെടുത്തുകയും ചെയ്തു. പക്ഷെ അവിടെ പിന്നില്ല. എന്താണ് ഓരോ വിഷയങ്ങൾ? ഇബാദത്ത് നിർവഹിക്കുന്ന ഇബാദത്തുകളാണെങ്കിൽ, നമ്മുടെ വിശ്വാസ കാര്യങ്ങളാണെങ്കിൽ, ദീനിൻ്റെ മറ്റുള്ള ഓരോ വിഷയങ്ങളാണെങ്കിൽ അവിടെയൊക്കെ പിന്നിൽ. ദുന്യാവിൻ്റെ കാര്യത്തിലൊക്കെ ഞാൻ മുന്നിലും എല്ലാവരെ പോലെ അല്ലേ മുന്നിൽ. അതെങ്ങനെ? ഈ ഹദീസിൽ പറയുന്ന ഒരു മനുഷ്യൻ അല്ലാഹു ഖൈർ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ യുഫഖിഹുഹു ഫിദ്ദീൻ, ദീനിലുള്ള പാണ്ഡിത്യം അവന് നൽകും. ദീനിൽ പാണ്ഡിത്യം ഒരാൾ പഠിക്കേണ്ടതും അറിയേണ്ട കാര്യങ്ങൾ വിശ്വാസപരമായ കാര്യങ്ങളാണെങ്കിൽ, നിർബന്ധമായ കാര്യങ്ങൾ അത് പഠിക്കൽ നിർബന്ധമാണ്. അറിവ് അതിനെക്കുറിച്ച് ഉണ്ടാവേ മതി. നമ്മൾ നിർവഹിക്കാൻ വേണ്ടി കൽപ്പിക്കപ്പെട്ട ഇബാദത്തുകൾ, നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ് പോലത്തെ ഈ ഇബാദത്തുകളാണെങ്കിൽ അത് നമുക്ക് നിർബന്ധമായതിനെക്കുറിച്ച് അറിവ് ഉണ്ടായേ മതി. നാം ഇടപാടുകൾ, വിവാഹ ജീവിതമാണ്, കച്ചവടമാണ്, മറ്റുള്ള ആളുകളുമായിട്ടുള്ള ബന്ധപ്പെട്ട ചില ഇടപാടും കാര്യങ്ങളും വേറുള്ള വിഷയങ്ങളാണ്, അതിനെക്കുറിച്ച് നമുക്കുള്ളൊരു വ്യക്തത അറിവ് ഉണ്ടായേ മതി, ഫിഖ് ഉണ്ടായേ മതിയാകും. അതിൻ്റെ പുറമെയാണ് പിന്നെ നമ്മളെ ബാധിക്കുന്നില്ലെങ്കിലും
പൊതു മുസ്ലിമീങ്ങളെ ബാധിക്കുന്ന മസ്അലകളും കാര്യങ്ങളും അതിനെക്കുറിച്ച് അറിയാന്നുള്ളത്. പണ്ഡിതന്മാർ വിദ്യാർത്ഥികൾ അത് പഠിച്ചുണ്ടാക്കിയിട്ട് ഫത്വ ചോദിക്കൂല. നമ്മൾ അറിയാത്ത കാര്യങ്ങൾ നമ്മൾ ചോദിക്കും. ആ വ്യക്തിക്ക് ഒരു പക്ഷേ അതിൻ്റെ ആവശ്യം ഉണ്ടാവില്ല. ഉദാഹരണം പറയാം, സക്കാത്ത്, ഞാൻ സ്വർണത്തിൻ്റെ സക്കാത്ത് എത്രയെ കൊടുക്കണ്ടി, പഠിപ്പുള്ളൊരു പണ്ഡിതനോടാണ് ചോദിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ 4 ഗ്രാം സ്വർണ്ണം ഉണ്ടാവില്ല. അദ്ദേഹത്തിന് സക്കാത്ത് നിർബന്ധമില്ല, അദ്ദേഹത്തിൻ്റെ അടുത്ത് സമ്പത്തുമില്ല. ചെറിയ സാലറി വരുമാനം ഉണ്ടെങ്കിൽ അതുകൊണ്ട് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്ന ആളായിരിക്കും. പക്ഷെ അദ്ദേഹത്തിന് സക്കാത്തിൻ്റെ കണക്കെത്രയെന്നറിയും. അതല്ലെങ്കിൽ എൻ്റെ വാപ്പ മരിച്ചിട്ടുണ്ട്, 10 ഹെക്ടർ സ്ഥലമുണ്ട്, ആ സ്ഥലം ഞങ്ങൾ ആ മക്കളും പെമ്മക്കളും ഉണ്ട്, ഞങ്ങൾ തമ്മിൽ എങ്ങനെ വീതിച്ചെടുക്കേണ്ടി. അദ്ദേഹത്തിനാകെ 4 സെൻറ്റ് സ്ഥലം ഉണ്ടാവില്ല, അദ്ദേഹത്തിൻ്റെ അടുത്ത് ഉണ്ടാവില്ല. പക്ഷേ ഈ പറയുന്ന ഭൂമി എങ്ങനെ അളവും കണക്കും എങ്ങനെ ഇസ്ലാമിൻ്റെ അതിൻ്റെ കണക്ക് വിഹിതം എങ്ങനെ ആ ഇൽമ അദ്ദേഹം പഠിച്ചിട്ടുണ്ടാവും. അദ്ദേഹത്തിന് നിർബന്ധമൊന്നുമില്ല പഠിക്കാൻ. പക്ഷേ പൊതു മുസ്ലിമീങ്ങൾക്ക് ആവശ്യമുള്ള ഇൽമായതുകൊണ്ട് അദ്ദേഹം പഠിച്ചു, ക്ലിയറാക്കി, മനസ്സിലാക്കി ആവശ്യമുള്ള ആളുകൾ ചോദിക്കുമ്പോൾ അത് പറഞ്ഞു കൊടുക്കുകയാണ്. ഞാൻ പറഞ്ഞു വന്നത്, നിർബന്ധമായ കാര്യങ്ങളെക്കുറിച്ചുള്ള ഫിഖ്ഹ് ദീനിൽ നമുക്കുണ്ടാവൽ നിർബന്ധമാണ്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി അറബി ഭാഷ പഠിക്കൽ നമുക്ക് നിർബന്ധമാണ്. അറബി ഭാഷ പഠിക്കൽ നമുക്ക് നിർബന്ധമാണ്. എന്താ നിങ്ങൾ അറബി ഭാഷ പഠിക്കൽ നിർബന്ധ എന്ന് പറയണത്? ഖുർആനും ഹദീസും നമുക്ക് അറിയൽ നിർബന്ധമാണ്. അത് അറബിയിലായതുകൊണ്ട് ആ അറബി ഭാഷ അത് അറിയാൻ നമുക്ക് ഈ അറബി ഭാഷ അനിവാര്യമായതുകൊണ്ട് അത് പഠിക്കൽ നമുക്ക് നിർബന്ധമാണ്. ബസ്. അപ്പം നമ്മൾ എവിടെയാണ്? നമുക്ക് ഫിഖ്ഹ് ആ കാര്യത്തിലുണ്ടോ ഇല്ലേ? മൻ യുരിദില്ലാഹു ബിഹി ഖൈറൻ യുഫഖിഹുഹു ഫിദ്ദീൻ. അള്ളാഹുവിൻ്റെ വചനങ്ങൾ, കലാം, പരിശുദ്ധമായ ഖുർആൻ ഇതുപോലത്തെ മുസാഫ് കണ്ണുമുന്നിൽ കയ്യിൽ എത്തുന്ന ദൂരത്ത് വന്നിട്ട് എന്താണ് അള്ളാഹു എന്നോടതിൽ പറഞ്ഞു എന്ന് എനിക്കറിയൂല എന്ന് പറഞ്ഞാൽ, അള്ളാഹുവിൻ്റെ വിഭവങ്ങൾ നമുക്ക് എല്ലാവർക്കും ഇതുപോലെ ഞാൻ പറഞ്ഞതുപോലെ ഒരു തുല്യ അളവിൽ അല്ലെങ്കിലും ഏറ്റ വ്യത്യാസങ്ങളുണ്ടെങ്കിലും അത് നൽകിയ സ്ഥിതിക്ക് എന്തുകൊണ്ട് അള്ളാഹുവിൻ്റെ ആ പരിശുദ്ധമായ ഖുർആൻ അടിമകളായ നമ്മോട് അവൻ പറഞ്ഞ കാര്യങ്ങൾ നാം അത് പഠിക്കാൻ എന്തുകൊണ്ട് തയ്യാറാകുന്നില്ല? നമുക്കതിന് എന്തിൻ്റെ കുറവുകളാണ് നമുക്കുള്ളത്? സമയമില്ല, ഒരിക്കലും അത് പറയാൻ പറ്റൂല. സമയമുണ്ട്. സാഹചര്യങ്ങൾ അനുകൂലമല്ല, ഒരിക്കലും അതേ പറയാൻ പറ്റില്ല. സാഹചര്യങ്ങൾ അനുകൂലമാണ്. എന്താണ് വിഷയം? മൻ യുരിദില്ലാഹു ബിഹി ഖൈറൻ യുഫഖിഹുഹു ഫിദ്ദീൻ. ഈ ഹദീസിന്റെ ഉൾട്ട അർത്ഥം എന്താണ്? അതിന്റെ ഉൾട്ട അർത്ഥം എന്താണ്? അതിന്റെ വിപരീതമായ അർത്ഥം എന്താ? അള്ളാഹു ഒരു മനുഷ്യന് ഖൈർ ഉദ്ദേശിച്ചിട്ടില്ലെങ്കിൽ ദീനിലുള്ള പാണ്ഡിത്യം അവന് നൽകൂല. ഗൗരവമുണ്ടോ ഇല്ലേ? ഹദീസിന്റെ ഒരു ഭാഗം നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് സന്തോഷമാണ്. എന്നാൽ അതിൻ്റെ ഉൾട്ട അർത്ഥം നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ പേടിക്കേണ്ടതില്ല. തീർച്ചയായിട്ടും അള്ളാഹു എന്ത് പറഞ്ഞു എന്നുള്ളത്, എനിക്ക് അവൻ്റെ പരിശുദ്ധമായ ഖുർആൻ എഴുതി രേഖപ്പെടുത്തി വെച്ച മുസാഫ് മറിച്ചു നോക്കിയിട്ട് അത് അറിയൂല എന്ന് പറയുന്നത് സങ്കടമല്ലേ? സങ്കടമാണ് തീർച്ചയായിട്ടും. നമ്മൾക്കത് പഠിക്കാനുള്ള സമയം നമ്മൾ കണ്ടെത്തിയാൽ ഈ പ്രായത്തിൽ നമുക്കത് നടക്കും എന്നുള്ളതാണ്. ഈ പ്രായത്തിൽ അത് നമുക്ക് നടക്കും, നമ്മളതിന് ശ്രമിച്ചാൽ എന്നുള്ളതാണ്. അലസത നമ്മെ പിടികൂടരുത്. പിന്നെ സൗഫ എന്ന് പറയാം. പിന്നെ, ശേഷം, ഞാൻ ചെയ്യാം, നാളെ ചെയ്യാം, മറ്റന്നാൾ ചെയ്യാം, പിന്നീട് ചെയ്യാം എന്ന് പറയുന്ന ആ ഒരു തസ്വീഫ് എന്ന് പറയും. പിന്നേക്ക് വെക്കുക എന്ന് പറയുന്ന സ്വഭാവം നമ്മൾ ഒരിക്കലും പിടികൂടരുത്. ഉന്മേഷത്തോടെ, കഠിനാധ്വാനത്തോടെ ഒരാൾ ശ്രമിച്ചാൽ നടക്കുന്ന കാര്യമുള്ളൂ. ഇന്ന് നമ്മൾ മുസ്ലിമീങ്ങളായ ഇതുപോലത്തെ കുട്ടികൾക്ക് അതിൻ്റെ ആ അർത്ഥം, ആ ഭാഷയും അറബി ഭാഷയും അത് പഠിക്കാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുക. മുതിർന്ന ആളുകളാണെങ്കിൽ അവരുടെ വിലപ്പെട്ട സമയങ്ങളിൽ 1 മണിക്കൂറെങ്കിലും ഒരു ദിവസത്തിൽ അതിനു വേണ്ടി നാം മാറ്റിവെക്കും ചെയ്താൽ നമുക്ക് ഈ ഖുർആൻ അത് മറിച്ചു നോക്കി അറബിയിലുള്ളതിൽ അള്ളാഹു എന്ത് പറഞ്ഞു എന്നുള്ളത് നമുക്കറിയുന്ന വിഷയങ്ങളാണ്. നമുക്ക് കയ്യെത്താവുന്ന ദൂരത്താണ്. അപ്പം ഈ ഹദീസിൽ കൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അതാണ്. ഹാദൽ ഹദീസു മിൻ അഅ്ളമി ഫളായിലിൽ ഇൽം. ഇൽമ് നേടുന്നതിൻ്റെ ഏറ്റവും ശ്രേഷ്ഠത അത് ഈ ഹദീസ് നമുക്ക് വിവരം നൽകുന്നു. വഅന്നൽ ഇൽമൻ നാഫിഅ, ഉപകാരപ്രദമായ ഇൽമ് ഒരു വ്യക്തിക്ക് ലഭിച്ചു എന്നുണ്ടെങ്കിൽ അലാമത്തുൻ അലാ സആദത്തിൽ അബ്ദ്, ആ മനുഷ്യന് വിജയത്തിന് സാധ്യത കൂടുതലാണ് എന്നുള്ളതിന് തെളിവ്. എന്ന് കരുതിയ ഇൽമുണ്ടായി, അറിവുണ്ടായി എന്ന് കരുതിയിട്ടോം വിജയിച്ചു എന്ന് ഉറപ്പ് പറയാനൊന്നും പറ്റൂല. അതിനനുസരിച്ച് അമലും സൂക്ഷ്മതയും ശ്രദ്ധയും പ്രവർത്തനങ്ങളും കരുതലും വേണം. എന്നാൽ പോലും അള്ളാഹുവിൻ്റെ മഹാഫളല് കൊണ്ട് നമ്മൾ ജീവിക്കുന്ന ഈ ലോകത്ത്, ഈ സമൂഹത്തിൽ
അള്ളാഹു അറബി ഭാഷ നമുക്കിത് പഠിപ്പിച്ചു തന്നു, മനസ്സിലാക്കി തന്നു. അൽഹംദുലില്ലാ, അത് വലിയൊരു നിഅമത്താണ്. നമ്മൾ നമ്മുടെ നാട്ടിൽ വെച്ചുകൊണ്ട് അറബി പഠിച്ചിട്ട് ഈ ഖുറാഫാത്തിൻ്റെ പള്ളി ദർസുകളിലും കാര്യത്തിലും പഠിച്ചതായിരുന്നു. അങ്ങനെ പിന്നെ അത് പഠിച്ചു വന്നപ്പോൾ അവരടുത്ത് ഖുറാഫാത്താണ്, തെറ്റാണ് എന്ന് മനസ്സിലാക്കിയപ്പോൾ പൂർണ്ണമായിട്ട് ഞാൻ അതിൽ നിന്ന് മാറുകയാണ് ചെയ്തത്. അങ്ങനെ മാറി സൗദി അറേബ്യയിൽ പോയി. സൗദി അറേബ്യയിൽ ചെന്ന സമയത്ത് നമുക്ക് ഈ പഠിച്ചതൊക്കെ മറക്കുന്ന നിലക്കുള്ള തൊഴിലുകളും ജോലികളാണ് പലപ്പോഴും കിട്ടിയത്. അപ്പോൾ ഞാൻ ഈ അറബി ഭാഷ ഒരിക്കലും നഷ്ടപ്പെടരുതേ എന്ന് കരുതിയിട്ട് അവിടെയുള്ള ന്യൂസ് പേപ്പറുകളും വീക്കിലികൾ എന്താണ് കിട്ടുന്നു, ആ കിട്ടുന്നതൊക്കെ അറബിയിലുള്ള കിട്ടുന്നത് വായിക്കാൻ ശ്രമിക്കുമായിരുന്നു. അറബി ഭാഷ പഠിച്ചതൊരിക്കലും മറക്കാതിരിക്കാൻ. ജോലിയും കാര്യങ്ങളും കിതാബുകളും ഇതുപോലത്തതൊന്നും സലഫിയത്ത് നിന്ന് നമുക്കത് കിട്ടിയിട്ടുമില്ല, അറിഞ്ഞിട്ടുമില്ല, അതിന് പറ്റുന്ന ആളുകളെ കണ്ടിട്ടുമില്ല. അങ്ങനെ അറബി ഭാഷ പഠിച്ചതൊരിക്കലും മറക്കരുത്. ചില ആളുകൾ പറയലുണ്ട്, നമ്മുടെ നാട്ടിൽ വെച്ചിട്ട് ഇത് പഠിച്ചിട്ട് സൗദിയിലും ഗൾഫിലൊക്കെ പോയി തൊഴിലും കാര്യങ്ങൾക്ക് വേറെ മേഖലയിലായപ്പോൾ അതൊക്കെ മറന്നുപോയി എന്ന് പറയലുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് മറക്കാതിരിക്കാൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല മനസ്സിൽ തോന്നിപ്പിച്ച ഒരു ഖൈറായ ഒരു നല്ല ചിന്ത, അറബി ഭാഷയെ ഒരിക്കലും മറക്കരുതേ എന്ന് മനസ്സിലാക്കിയിട്ട് സൗദി അറേബ്യയിലുള്ള ന്യൂസ് പേപ്പറുകളുണ്ട് വലിയ അറബിയിലുള്ള, അതും മറ്റുള്ളതൊക്കെ വായിക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ അറബി ഭാഷ അത് നമുക്ക് നഷ്ടപ്പെടാതെ സുരക്ഷിതമായി ലഭിച്ചു. അങ്ങനെയാണ് പിന്നീട് അള്ളാഹു സുബ്ഹാനഹു വ തആല അല്പസ്വല്പമായിട്ട് സൗദിയിലുള്ള പണ്ഡിതന്മാരും വേറെയും അവിടെയുള്ള ശരിയായ സലഫികളെയും ഉലമാക്കളെയും പരിചയപ്പെടുത്തി തന്ന് ഇതുപോലത്തെ കിതാബുകളും കാര്യങ്ങളൊക്കെ നമുക്കത് എവിടെ നിന്ന് കിട്ടും, ആരതാണ് നല്ല പുസ്തകങ്ങൾ, ഏതൊക്കെയാണ് വായിക്കേണ്ടത്, അങ്ങനെ നമുക്ക് പരിചയപ്പെടുത്തി തന്ന് അങ്ങനെയാണ് പിന്നീട് സലഫിയത്തിലേക്കും വേറുന്നത്. എന്നതുപോലെ നമുക്ക് ഈ അറബി ഭാഷ പഠിക്കാനുള്ളൊരു ഹിർസ് നമ്മൾ വെക്കണം, കാണിക്കന്നെ വേണം. കുറച്ച് ദിവസം പോയി പിന്നെ കുറച്ച് കാര്യങ്ങളായി പിന്നെ അലസതയായി മടുത്തു, അത് നഷ്ടപ്പെട്ടു, അതിനുള്ള ഇടവരുത്തരുത്. എന്നാൽ ഒരു 6-7 മാസം ഒരാൾ വേണമെന്ന് കരുതി ശ്രമിച്ചാൽ, എഫോർട്ട് എടുത്താൽ തന്നെ അത്യാവശ്യമായിട്ട് കാര്യങ്ങൾ അവനൊന്ന് നോക്കി വായിച്ചെടുക്കാൻ കഴിയുന്നൊരു ഇതിലെത്താൻ കഴിയും. അറബി ഭാഷയിൽ നിരാശപ്പെടുത്തല്ല, അത് പ്രോത്സാഹിപ്പിക്കുകയാണ് ഞാനിങ്ങനെ. ഒരു 5-6 മാസം വേണമെന്ന് കരുതി ഒരാൾ ശ്രമിക്കുകയാണെങ്കിൽ അത്യാവശ്യം തരക്കേടില്ലാത്ത നിലക്ക് വരെ പറഞ്ഞു തരുന്നൊരു അധ്യാപകനെ കണ്ണുമുന്നിൽ കിട്ടും ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു ഐഡിയയിലെത്താൻ കഴിയും. പിന്നീട് കൂടുതൽ ഡീപ്പായിട്ട് വിശദമായിട്ട് നമ്മൾ വായിച്ച് മനസ്സിലാക്കി പോകുമ്പോൾ നമുക്ക് ഖുർആൻ മറച്ചു വെച്ചു, ഹദീസിൻ്റെ പുസ്തകം മറച്ചു വെച്ചാൽ അത് ഭംഗിയായിട്ട് നമുക്ക് വായിച്ച് കാര്യങ്ങൾ അറിയാൻ കഴിയും. എന്തെങ്കിലും വിഷയങ്ങളിൽ നമുക്ക് സംശയങ്ങളോ അവ്യക്തതയുണ്ടെങ്കിൽ മൊബൈലും ആപ്പും സൗകര്യങ്ങളും വേറെതും വിശദീകരണങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിലൊക്കെ നോക്കിയും വിശ്വസ്തരായ ആളുകളോട് ചോദിച്ചിട്ട് നമുക്കതിലെന്താവാം ഒരു വ്യക്തതയിൽ വരുത്താൻ കഴിയും. അർത്ഥം ചിന്തിച്ച് ഹൃദയ സാന്നിധ്യത്തോടെ ഖുർആൻ ആലോചിച്ചുകൊണ്ട് പാരായണം ചെയ്യാൻ നമുക്ക് കഴിയും. അങ്ങനെ ഒരാൾക്ക് കഴിയുന്നുണ്ടെങ്കിൽ ഒരായത്തിൻ്റെ അർത്ഥം അവന് വായിച്ചെടുത്ത് മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ ആ മനുഷ്യൻ അള്ളാഹു അതിനനുസരിച്ച് ഖൈർ കണക്കാക്കി എന്നുള്ളതിൻ്റെ തെളിവായിട്ടെടുക്കും ചെയ്യും. അതനുസരിച്ച് ആ അറിയുന്നതിനനുസരിച്ച് അള്ളാഹു എനിക്ക് ഖൈർ കണക്കാക്കിയിട്ടുണ്ട് ഈ ഹദീസ് വെച്ച്. തയ്യിബ് വൽ ഫിഖ്ഹു ഫിദ്ദീൻ യശ്മലുൽ ഫിഖ്ഹ ഫി ഉസൂലിൽ ഈമാൻ, വിശ്വാസപരമായ കാര്യങ്ങൾ, അതേപോലെ തന്നെ ഇസ്ലാമികമായ ഇബാദത്തുകൾ, നിയമങ്ങൾ, ആളുകൾ തമ്മിൽ ചെയ്യേണ്ടുന്ന മനുഷ്യന്മാരോടും അള്ളാഹുവിനോടും നമുക്കുള്ള കടമകൾ, ബാധ്യതകൾ, അത് മുഴുവനും ഇസ്ലാം, ഈമാൻ, ഇഹ്സാൻ എന്ന് പറയുന്ന 3 രൂപത്തിൽ കൂടെ ദീനുൽ ഇസ്ലാമിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്ത ഹദീസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. അത് മുഴുവനും ഇതിൽ പെടും. വിശ്വാസപരമായ കാര്യങ്ങൾ അതിൽ പെടും, അതേപോലെ തന്നെ ഇബാദത്തുകൾ അതിൽ പെടും, അതേപോലെ അള്ളാഹുവിനെ കുറിച്ചുള്ള മുറാഖബത്തുള്ള, അള്ളാഹു എന്നെ വീക്ഷിക്കുന്നുണ്ട് എന്ന് പറയുന്ന ആ ഒരു ഭയത്തോടുകൂടെ സൂക്ഷ്മതയോടുകൂടെ ഈ ലോകത്ത് നമ്മൾ ജീവിക്കുക, അത് മുഴുവനും പെടും. ആ പറയുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഉള്ള പഠനങ്ങൾ. അപ്പോൾ അതിൽ വിശ്വാസപരമായ കാര്യങ്ങൾ, ശാഖാപരമായ കാര്യങ്ങൾ, ഇബാദത്തുകൾ, നമ്മുടെ ഇടപാടുകൾ, സ്വഭാവങ്ങളും ആദാബുകളും, അള്ളാഹുവിനോടുള്ള ഹക്കുകൾ, അള്ളാഹുവിൻ്റെ അടിമകളോടുള്ള ഹക്കുകൾ, അതൊക്കെ അതിൽ പെടും. അതൊക്കെ ഒരാൾ അത്യാവശ്യമായ നിർബന്ധമായ കാര്യങ്ങളെങ്കിലും ഒരാൾക്ക് പഠിച്ച് മനസ്സിലാക്കി അതിനെക്കുറിച്ചൊരു വ്യക്തത ഒരാൾ വരുത്തിയാൽ ആ മനുഷ്യന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഖൈർ കണക്കാക്കി, അള്ളാഹു നന്മ എനിക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ള തെളിവാണ്. ഒന്നും അറിയാതെ ദുന്യാവിൽ വന്ന് കൊല്ലങ്ങൾ ഇവിടെ ജീവിച്ചു, സാഹചര്യങ്ങളും വിഭവങ്ങൾക്ക് എല്ലാവരും ഉപയോഗിച്ചതുപോലെ ഉപയോഗിക്കുകയും ചെയ്തു, എന്നിട്ട് ഒന്നും അറിയാതെ പോകുക എന്നുള്ളത് നമ്മുടെ അടുത്തുള്ള വീഴ്ചയാണ്. അത് നമുക്ക് നഷ്ടവുമാണ്. ഒരു സംശയ കാര്യത്തിൽ കരുതണ്ട. പ്രവാചകന്റെ സഹാബത്തൊക്കെ അള്ളാഹുവിൻ്റെ റസൂലി നബുവത്തുമായി വന്ന സമയത്ത് അവരൊക്കെ പ്രായമായ ആളുകളൊക്കെ ഉണ്ടായിരുന്നു ആ കൂട്ടത്തിൽ.
അവരൊരു ഭാഗത്തിൽ കൂടെ ജോലി ചെയ്തിട്ടും മറ്റൊരു ഭാഗത്തൂടെ കച്ചവടം ചെയ്തിട്ടും ജീവിത ദുന്യവിയായ ജീവിത ഉപാധികളുമായി പോയപ്പോഴും റസൂലിൻ്റെ സദസ്സിൽ വന്നിട്ടും അല്ലെങ്കിൽ ആ സദസ്സിലില്ലാത്ത സമയത്ത് അതിൽ പങ്കെടുത്ത മറ്റുള്ള ആളുകളോട് ചോദിച്ചിട്ടൊക്കെ അത് പഠിച്ച് മനസ്സിലാക്കി വലിയ വലിയ സ്ഥാനത്തേക്ക് അവരെത്തിയത് തന്നെ അധ്വാനിച്ച് എത്തിയതാണ്. അങ്ങനെ നമ്മൾ അതിൻ്റെ സദസ്സുകളിൽ പങ്കെടുക്കാനും, ഏതെങ്കിലും ഇൽമിൻ്റെ സദസ്സുണ്ട്, ആളുകൾ അവിടെ കാണൂല. അവർ വേറെയുള്ള കാര്യങ്ങളിൽ മണിക്കൂറോളം ഇരുന്ന് സംസാരിക്കുകയാണെങ്കിൽ ആവേശത്തോടെ ഉന്മേഷത്തോടെ ഉണ്ടാകും. ഇൽമിൻ്റെ സദസ്സുകളാണ് ആരെങ്കിലും പറയാമെന്നുണ്ടെങ്കിൽ ആ പറയുന്ന വ്യക്തിനുകൾക്ക് പറ്റൂല, അതല്ലെങ്കിൽ ആ സദസ്സിലിരിക്കാൻ സമയം ഉണ്ടാകൂല. അങ്ങനെയല്ല ഒരിക്കലും ഒരു ഇൽമിൻ്റെ സദസ്സിൽ പങ്കെടുത്തു എന്ന് കരുതി അതുകൊണ്ടൊരു നഷ്ടം ഒരാൾക്ക് ഒരിക്കലും ഉണ്ടാവില്ല. ലാഭമല്ലാതെ, നേട്ടമല്ലാതെ, ഗുണങ്ങളല്ലാതെ അതൊരു ശീലമാക്കി എടുക്കുക എന്നുള്ളതാണ്. അതോടുകൂടെ ഇതുപോലത്തെ സദസ്സുകൾ വന്ന് ഏതെങ്കിലും കാര്യങ്ങൾ എഴുതണമെങ്കിൽ എഴുതിയെടുത്ത് അതിൽ വന്ന സംശയങ്ങളോ അതിൽ വ്യക്തത ഇല്ലാത്തതുണ്ടാവും. നമ്മൾ പറയുമ്പോൾ ഒരു പക്ഷേ വ്യക്തത ഇല്ല എന്നുണ്ടെങ്കിൽ അത് പിന്നീട് കണ്ട് ചോദിച്ച് ക്ലിയറാക്കി അങ്ങനെ ഒരു ശ്രമം നടത്തുകയാണെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മനസ്സിൽ നിന്ന്, ഹൃദയത്തിൽ നിന്ന് സിദ്ഖ് അവന് ബോധ്യപ്പെട്ടാൽ, ആ ഒരു സത്യസന്ധത നമ്മൾ അള്ളാഹുവിനെ ബോധ്യപ്പെടുത്തിയാൽ അവന് നമ്മൾ പ്രതീക്ഷിച്ചതിലേറെ കൂടുതൽ അവൻ നൽകും. നാം പ്രതീക്ഷിച്ചതിലേറെ കൂടുതൽ നൽകും എന്ന് കരുതി നമ്മുടെ ദുന്യവിയായ ജീവിത ഉപാധികളോ ഭൗതികമായ പുരോഗമനങ്ങളോ അതുകൊണ്ട് നഷ്ടമൊന്നും വരൂല, അതിൽ കുറവ് വരൂല, അതിൽ നേട്ടേ ഉണ്ടാകുള്ളൂ, അഭിവൃദ്ധി ഉണ്ടാകുള്ളൂ. അള്ളാഹുവിൻ്റെ ഖസാഇനുകൾ നിറഞ്ഞു കിടക്കുന്നത്, അള്ളാഹുവിൻ്റെ ഫضലുകൾ അതിവിശാലമായതാണ്. സലുല്ലാഹ മിൻ ഫضലിഹി, അള്ളാഹുവിനോട് ദുആ ചെയ്യുക. അപ്പോൾ നമുക്ക് എന്താണ് ആഗ്രഹങ്ങൾ, നമുക്ക് എന്താണ് ആവശ്യം, ഈ പറയുന്ന കാര്യങ്ങൾ നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കാൻ തയ്യാറാകും. ഇമാം അബൂബക്കറുൽ ആജുരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ ചരിത്രം പറയുന്ന സമയത്ത് പറയേണ്ട, അദ്ദേഹം ഒരിക്കലും മക്കയിൽ വന്നിട്ട് അള്ളാഹുവെ 1 വർഷം നിന്റെ കഅബ ഷരീഫിൻ്റെ പരിസരത്ത് താമസിക്കാൻ നീ എനിക്ക് തൗഫീഖ് നൽകണം. മക്കത്ത് വന്ന് തവാഫ് ചെയ്ത് കഴിഞ്ഞ് അദ്ദേഹം ദുആ ചെയ്തു. അദ്ദേഹം 40 വർഷം കഅബ ഷരീഫിൻ്റെ അടുത്ത് വന്ന് ജീവിച്ച് അദ്ദേഹത്തിൻ്റെ ജാറുല്ലാഹ്, അള്ളാഹുവിൻ്റെ അയൽവാസി എന്നുള്ള പേര് പോലത്തെ പേരും പ്രശസ്തിയും അംഗീകാരവും വാങ്ങി അഹ്ലുസുന്നയുടെ വലിയൊരു ഇമാമായിട്ടാണ് മരിച്ചു പോകുന്നത്. ഇൽമും നേടി, ഇബാദത്തും നേടി, അതോടുകൂടെ അദ്ദേഹത്തിന് പേരും അംഗീകാരവും ദുന്യവിയായ അഭിവൃദ്ധിയും അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുത്തിട്ടാണ് അദ്ദേഹം മരിച്ചു പോയത്. അള്ളാഹുവിനോട് നമ്മൾ ചോദിക്കുകയാണ്, മനസ്സ് തട്ടി ചോദിക്കുകയാണെങ്കിൽ അവൻ നമുക്ക് നൽകാൻ തയ്യാറാണ്. ഖുർആൻ എനിക്ക് അതിൻ്റെ അർത്ഥവും ആശയം പഠിപ്പിച്ച് തന്നേ മതിയാകൂ, അതിൻ്റെ സാഹചര്യം എനിക്കൊരുക്കി തന്നേ മതിയാകൂ എന്നൊരാൾ ദുആ ചെയ്തു എന്ന് കരുതി ദുന്യാവിൽ അവൻ്റെ തൊഴിൽ നഷ്ടപ്പെടുകയെ, ദുന്യാവിൽ അവൻ്റെ പുരോഗതിയും കയറ്റും ഇല്ലാതെ ഒരിക്കലും ഉണ്ടാകൂല. അത് കിട്ടും, ഇതും കിട്ടും. ഈ റമദാനിൻ്റെ രാത്രികൾ, പകലുകൾ ദുആക്ക് പ്രത്യേകമായി ഉത്തരം നൽകുക എന്ന അള്ളാഹുവിൻ്റെ വാഗ്ദാനങ്ങളൊക്കെ ഉള്ള സമയത്ത് അതുകൂടി നമ്മുടെ മനസ്സിൽ വേണം. മൻ യുരിദില്ലാഹു ബിഹി ഖൈറൻ യുഫഖിഹുഹു ഫിദ്ദീൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരാൾക്ക് ഖുർആൻ മനസ്സിലാക്കി കൊടുത്തു, ഹദീസ് മനസ്സിലാക്കി കൊടുത്തു, സലഫി മൻഹജ് ഇന്നതാണ്, ശരിയായ രീതി ഇതാണ്, ഞാൻ മുന്നോട്ട് പോകേണ്ട വഴി ഇങ്ങനെയാണ് എന്നൊരാൾക്ക് അറിയിച്ചു കൊടുക്കുക അള്ളാഹു സുബ്ഹാനഹു വ തആല. അത് ഖൈറുൻ കുല്ലുഹു. ഒരാൾ തൗഹീദിലും സുന്നത്തിലുമായിട്ട് മരിച്ചാൽ അവൻ ഖൈറിലാണോ എന്ന ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹിയോട് ചോദിച്ചത്. അതിനറിവ് നമുക്ക് ആവശ്യമാണ്. അവൻ ഖൈറിലാണോ? അദ്ദേഹം അതിന് കൊടുത്ത മറുപടി ഫഹുവ അലാ മാത അലാ ഖൈരിൻ കുല്ലിഹി. സകല നന്മയും, പൂർണ്ണമായ നന്മ ലഭിച്ചാണ് ആ മനുഷ്യൻ മരിക്കുന്നത്. അപ്പം അതിനുള്ളൊരു അവസരം, അതിനുള്ളൊരു തൗഫീഖ് നമുക്കും ലഭിച്ച് അള്ളാഹുവിൻ്റെ ദീന് മനസ്സിലായി, ഒരു വ്യക്തത ഉണ്ടായി. നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കാനുള്ളത് അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാരോട് ചോദിക്കാനുള്ളൊരു അറിവ്, അതിനുള്ളൊരു വ്യക്തത, അതിനുള്ളൊരു പ്രാപ്തി അത് നേടിയെടുത്ത് അതിനുള്ള തൗഫീഖും കാര്യം അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകി. അങ്ങനെ ഈ ലോകത്ത് ജീവിച്ച് മരിക്കാനുള്ള ഒരു ആദരവ്, ഒരു ബഹുമാനം, ഈ ഹദീസൊക്കെ അതിലേക്കാണ് നമുക്ക് വെളിച്ചം വീശുന്നതും നൽകുന്നതും പ്രേരിപ്പിക്കുന്നതും. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നാഫിയായ ഇൽമ് നൽകുമാറാവട്ടെ. വേറൊരു ഹദീസിൽ കൂടെ പ്രവാചകൻ ദുആ ചെയ്തത് അല്ലാഹുമ്മ ഇന്നി അഊദു ബിക വമിൻ ഇൽമിൻ ലാ യൻഫഉ അല്ലാഹുമ്മ ആതി നഫ്സി തഖ്വാഹ വസക്കിഹാ അൻത ഖൈറു മൻ സക്കാഹ അൻത വലിയുഹാ വമൗലാഹ എന്ന് പറയുന്ന ദുആയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു തആലയോട് ദുആ ചെയ്തത് അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഇൽമിൻ ലാ യൻഫഉ, ഉപകാരമില്ലാത്ത അറിവിൽ നിന്ന് ഞാൻ എന്നോട് കാവലിനെ തേടും. ഇൽമ് 2 ഐറ്റംസാണ്, ഉപകാരമുള്ളതും ഇല്ലാത്തതും. ഉപകാരമുള്ള ദീനിയായ ഇൽമ് നേടിയെടുക്കുക, അത് ഖൈറാണ്. ആ മനുഷ്യൻ അല്ലാഹു ഖൈർ ഉദ്ദേശിച്ചു എന്നതിന് തെളിവാണ്.
നേരെ മറിച്ച് ഉപകാരമില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ടാകും, സെർച്ച് ചെയ്യുന്നുണ്ടാകും, വായിക്കുന്നുണ്ടാകും, കേൾക്കുന്നുണ്ടാകും. ചില ആളുകൾ ന്യൂസ് പേപ്പറൊക്കെ കണ്ടാൽ രാവിലെ അതിൻ്റെ ഒരു തല മുതൽ മറ്റേ തല വരെ വായിക്കുന്നുണ്ടാകും, റീഡ് ചെയ്യുന്നുണ്ടാകും. വമിൻ ഇൽമിൻ ലാ യൻഫ, ഉപകാരമില്ലാത്ത ഇൽമിനെ തൊട്ട് ഞാൻ അള്ളാഹുവിനോട് കാവലിനെ തേടുന്നു. അതേപോലെ വമിൻ ഖൽബിൻ ലാ യഖ്ഷ, അള്ളാഹുവിനെ കുറിച്ചുള്ള ഖുശൂ, ഭയവും താഴ്മയും വിനയവും പേടിയും ഇല്ലാത്ത അങ്ങനത്തെ മനസ്സ്, ഖുശൂ ഇല്ല, ഖശിയത്തുല്ലാഹില്ലാത്ത ഹൃദയം ദുഷിച്ചത്, അങ്ങനത്തെ ഹൃദയത്തിനെ തൊട്ട് അള്ളാഹുവിനോട് കാവലിനെ തേടുന്നു. വമിൻ ബത്വനിൻ ലാ യശ്ബ, എത്ര കിട്ടിയാലും മതിവരാത്ത അത്യാർത്തിയുള്ള വയറിൻ്റെ ഉടമ, ആർത്തി, സമ്പത്തിനോടും ദുന്യാവിനോടും അതിന് കാവലിനെ തേടുന്നു. വമിൻ ദഅവത്തിൻ ലാ യുസ്തജാബു ലഹ, അള്ളാഹുവിൻ്റെ ഉത്തരമില്ലാത്ത പ്രാർത്ഥന, നമ്മുടെ പ്രാർത്ഥന ഒരിക്കലും അങ്ങനെയാവരുത്. അപ്പം ഈ പറയുന്നതിലൊക്കെ ഉപകാരമുള്ള ഇൽമിനെ പ്രവാചകൻ ചോദിക്കുകയും ചെയ്തിട്ടുണ്ട്, ഉപകാരമില്ലാത്ത ഇൽമിനത്തോട് കാവലിനെ തേടുകയും ചെയ്തിട്ടുണ്ട്. നാഫിയായ ദീനിയായ ഇൽമ് ഒരാൾക്ക് ലഭിക്കുക എന്ന് പറയുന്നത് ആ മനുഷ്യൻ അള്ളാഹു ഖൈർ ഉദ്ദേശിച്ചു എന്നുള്ള തെളിവാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ ആ ഖൈറിലേക്ക് ഓടി അടുക്കാനും അത് നേടിയെടുക്കാനും ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് സഹായം നൽകുമാറാവട്ടെ. തൗഫീഖ്. സുബ്ഹാനകല്ലാഹുമ്മ